ومن ظلم السلطان يا خديم الإحسان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم أنا أول الناس خروجا إذا بعثوا وأنا قائدهم إذا وفدوا وأنا خطيبهم إذا أنصتوا وأنا مستشفيهم إذا غدفوا وأنا مبشرهم إذا أيسوا وأنا أكرم ولد آدم. رواه الترمذي أو كما قال سيدنا وحبيبنا وشفيعنا محمد رسول الله صلى الله عليه وعلى آله وصحبه وأتباعه وأشيائه وعترته وأهل بيته أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بارك نصيحتنا ونفع بها كلنا دنيا وأخرانا. يا ربي يا
كيف يا ربنا للشيخ غزالي قال أمة مولانا محمد صلى الله عليه وعلى آله وأصحابه أجمعين أما بعد ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അനുഗ്രഹീതമായ ധന്യമായ ഈ മതവിജ്ഞാന വേദിയുടെ രണ്ടാമത്തെ ദിവസമായ ധന്യമായ ഈ രാവിൽ പരിശുദ്ധവും പരിപാവനവുമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ പുണ്യമായ ഈ രാവിൽ ഈ ധന്യമായ സദസ്സിലെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിട്ടുള്ള പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദര സമുദായത്തിനായി ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് പരിശുദ്ധമായ പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ തത്വാദിത്വ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. സർവാധികാരനായ, സർവേശ്വരനായ, സർവഗുണ സമ്പൂർണനായ, സർവസൃഷ്ടിയുടെ സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാരുണ്യം നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ഫിർദൗസ് എന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിൽ എത്തിച്ചേരുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക്, നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ആകുള്ള വസിയത്ത് ചെയ്തവർക്കും അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ മണ്ഡലങ്ങളെ സ്വർഗീയ ആരാമമാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക, പൈശാചിക പ്രയാസങ്ങളും വിഷമങ്ങളുമായി കഴിയുന്ന, പ്രത്യേകിച്ച് ആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ കോട്ടുമല ബാപ്പു ഉസ്താദ് അടക്കമുള്ള നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ അത്യുജ്വല പ്രഭാഷകനായ ബഹുമാന്യനായ ഈ അബൂബക്കർ മൗലവി അൽ-ഖാസിമിയുടെ മുന്നിനായ പിതാവ് ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറടക്കം നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ സാദാത്യങ്ങളുടെയും പണ്ഡിത ശ്രേഷ്ഠരുടെയും ഒക്കെ ഖബറടം അല്ലാഹു സ്വർഗ്ഗത്തിന്റെ ആരാമമാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. സുദീർഘമായ ഒരു മുഖഭാഷണത്തിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല. നമ്മുടെ ഈ പ്രദേശത്ത് 2 ദിവസത്തെ മതവിജ്ഞാന വേദിയും നാളത്തെ മജ്‌ലിസുൻ നൂറും ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസമായ മജ്‌ലിസിന്റെ മതവിജ്ഞാന സദസ്സിന്റെ രണ്ടാമത്തെ ദിവസമായ പുണ്യമായ രാവിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ ഈ യുദ്ധത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളെയും അല്ലാഹു വേണ്ട രീതിയിൽ സ്വീകരിക്കുകയും നമുക്ക് എല്ലാ മാനസിക സൗഖ്യവും ശാരീരിക സുഖങ്ങളും സാമ്പത്തിക ഉയർച്ചയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഇന്നലകളിലും നാളുകളിലും ചർച്ച ചെയ്യപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്ന വിഷയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രവർത്തനത്തിൽ കൊണ്ടുവന്ന് സായുജ്യരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടുകൂടി ഈ അനുഗ്രഹീതമായ സദസ്സിൽ 2 മണിക്കൂറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംഘാടകരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനു മുമ്പ് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് നിർത്തേണ്ടി വന്നാൽ, പെർമിഷന്റെയോ മറ്റേതെങ്കിലും വിഷയത്തിന്റെ പേരിൽ നിർത്തേണ്ടി വന്നാൽ അതിനു മുമ്പ്, അതല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് നമ്മളാക്കി മാറ്റിയ എന്നെയും നിങ്ങളെയും അനുഗ്രഹീതമായ ഈ വേദിയിൽ ഒരുമിച്ച് കൂടുന്നതിന് എല്ലാ അർത്ഥത്തിലും കാരണക്കാരനായ, ഈ ലോകം പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനായ, അല്ലാഹു അല്ലാത്ത സർവസ്വവും സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണക്കാരനായ അവന്റെ അർശും അവന്റെ കുർശും അവന്റെ ലൗഹം അവന്റെ കലമും ആകാശഭൂമികളും സാഗരങ്ങളും ആമലകളും ഒക്കെ പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനായ, സ്വർഗനരകങ്ങൾ പോലും പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനായ ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരു 2 മണിക്കൂർ എന്തെങ്കിലും നമുക്ക് പറഞ്ഞ് ജീവിതത്തിന് ഒരു ബറക്കത്തുണ്ടാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ. അല്ലാതെ നിബിധങ്ങളെ പറ്റിയിട്ട് പ്രസംഗിക്കാൻ എന്നെ കൊണ്ടെന്നല്ല, കേരളത്തിലെ പ്രഭാഷകരെ കൊണ്ടെന്നല്ല, ലോകത്ത് ഒരു
പ്രഭാഷകനെ കൊണ്ടോ ഒരു കവിയെ കൊണ്ടോ ഏതെങ്കിലും ചിന്തകനെ കൊണ്ടോ ഏതെങ്കിലും വാഗ്മികളെ കൊണ്ടോ ഏതെങ്കിലും വിദഗ്ധന്മാരെ കൊണ്ടോ ഒന്നും അല്ലാഹുവിന്റെ റസൂൽ എന്ന വ്യക്തി പ്രഭാവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ചർച്ച ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഏവരും അറിഞ്ഞിട്ടുള്ളവരാണ്. അല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ അറിയേണ്ടതാണ്. 4 പേര് കടല് കാണാൻ വേണ്ടി പോയ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് കടല് കാണാൻ വേണ്ടി പോയ ആള് കടലിന്റെ കരയിലൂടെ ബീച്ചിലൂടെ നടന്ന് വെള്ളം പോലും കാലിൽ പറ്റാതെ അയാളെ 10 രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങി കുറച്ചുകൊണ്ട് അയാള് കടല് കണ്ട നിർവൃതി അടഞ്ഞ് വീട്ടിലേക്ക് പോയി. രണ്ടാമത്തെ ആള് ഒരു ചെറിയ വള്ളമെടുത്ത് തുഴഞ്ഞ് ഒരു ചെറിയ ചൂണ്ടയും കൊണ്ട് അദ്ദേഹം കടലിലേക്ക് കുറച്ചു ദൂരം യാത്ര ചെയ്ത് ആ ചൂണ്ടയെറിഞ്ഞ് ചെറിയ പരൽ മത്സ്യങ്ങൾ പിടിച്ച് അയാളും കടല് കണ്ട നിർവൃതിയാൽ വീട്ടിലേക്ക് പോയി. മൂന്നാമത്തെ ആള് ഒരു വലിയ വള്ളമെടുത്ത് തുഴഞ്ഞ് വലിയ വള്ളത്തിൽ ഒരു വല കൊണ്ടുപോയി ആ വല വീശിയിട്ട് വലിയ മത്സ്യങ്ങളെ പിടിച്ച് അയാളും കടലു കണ്ട നിർവൃതി അടഞ്ഞുകൊണ്ട് അയാളും അയാളുടെ ഭവനത്തിലേക്ക് പോയി. നാലാമൻ സാങ്കേതിക വിദ്യയിൽ നിപുണനാണ്. ഈ കാലഘട്ടത്തിനനുസൃതമായി ജീവിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള പക്വതയുള്ള കഴിവുള്ള ശേഷിയുള്ള ഒരാളായിരുന്നു. അയാള് വള്ളമെടുത്തില്ല, അയാള് കടൽക്കരയിലൂടെ നടന്നില്ല, അയാള് നേരെ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് മുങ്ങൽ വിദഗ്ധനായ അയാള് കടലിന്റെ ഉള്ളറകളിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് പ്രവിടപ്പെട്ടുകളുമായി തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ 4 പേരും കടല് കണ്ടവരാണ്. നാലാമന് മൂന്നാമനെക്കാലും, മൂന്നാമന് രണ്ടാമനെക്കാലും, രണ്ടാമൻ ഒന്നാമനെക്കാലും കേമനും കെങ്കേമനുമായിരിക്കവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമന് കടലിനെ പറ്റി ഒന്നും എഴുതാൻ കഴിയണമെന്നില്ല. രണ്ടാമനും ഒരു പേപ്പർ കൊടുത്തിട്ട് കടലിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ അയാൾക്ക് ധാരാളം എഴുതാനുണ്ടാകണമെന്നില്ല. മൂന്നാമത്തവന്റെയും കാര്യം തന്നെയാണ്. നാലാമത്തവന് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാനുണ്ടാകും. പക്ഷേ അവനെ കണ്ടതിനേക്കാൾ എത്രയോ കൂടുതലാണ് കാണാൻ കിടക്കുന്ന മലർ വിളിക്കുന്ന സാഗരം. ഇതുപോലെയാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ആരെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും റസൂലുള്ളാഹിയുടെ വളരെ ദൂരത്ത് നിന്ന് നബിതങ്ങളെന്ന് പറയുന്ന ആ ഒരു റിസാലത്തിന്റെ വിർഭിക്ഷതയുടെ പ്രവാഹത്തിന്റെ ഒരു 7 വക്കത്ത് പോലും ചെല്ലാൻ കഴിയാതെ ദൂരോട്ട് മാറി നിന്ന് പ്രവാചകനെ പറ്റി എന്തോ മനസ്സിലാക്കി എഴുതിപ്പോയി എന്നതിനപ്പുറം അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ടറിയാൻ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല. 2 മണിക്കൂർ നമ്മുടെ ഈ സദസ്സ് സ്വലാത്ത് ചൊല്ലി പിരിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഈ 2 മണിക്കൂർ മുസ്തഫായ നബിയെ പറ്റി പ്രസംഗിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രവാചകനെ പറ്റി ഏകദേശം നമുക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്റെ പ്രസംഗമായിട്ടില്ല. മറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല എന്ന് മനസ്സിലായി എന്ന ഒരു തിരിച്ചറിവ് മാത്രമാണ് ഈ സദസ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കാനും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, റബീഉൽ അവ്വലൊക്കെ അങ്ങോട്ട് തീർന്നു, ആഘോഷമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പൊ വലിയ ഹാപ്പിയാണ്. നമുക്ക് ഇനി റസൂലുള്ളാഹി ഇല്ല, ഇനി തലമുറ കൈമാറിയില്ല, എടാറ സൂക്ഷിക്കുന്ന തൗഹീദും ഇല്ല, ഒന്നുമില്ല. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞതോടുകൂടി വളരെ സങ്കടകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ വിഷയം, ഈ പ്രഭാഷണം ലോകത്തിന്റെ മുഴുവൻ കോണുകളിലിരുന്ന് ഈ ലിങ്ക് വീക്ഷിക്കുന്നവർക്കൊക്കെ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി കഴിയുന്നു. എങ്കിലും ഞാനത് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് ധന്യമായ റബീഉൽ അവ്വൽ മാസം ചില ഭാഗങ്ങളിൽ ചെന്നാൽ ഇത് റബീഉൽ അവ്വൽ ആണോ എന്ന് പോലും അല്ലയോ എന്ന് പോലും തോന്നിപ്പോകുന്ന അവസ്ഥയിൽ ഒരു മാറ്റം പോലും ഇല്ലാത്ത ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളും ചില സ്ഥലങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ മുഴുവൻ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷങ്ങളും നമ്മുടെ നാടുകളിൽ നടന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വടക്കേ ഇന്ത്യയിലോ ഉത്തരേന്ത്യയിലാണെന്ന് തോന്നുന്നു. നിസ്കാരത്തഴമ്പ് ധാരാളമുള്ള ദാടി രോമങ്ങൾ കാലിന്റെ തള്ളവിരലിൽ ഉരസുന്ന 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുറെ ഉപ്പാപ്പമാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് നബിദിനാഘോഷം നടത്തുന്നു. അതിന്റെ ഒരു ക്ലിപ്പ് കാണാനിടയായി. സുബ്ഹാനല്ലാഹ്, അത് ഏത് നാട്ടുകാരെന്ന് അറിയില്ല. എന്താ അവരുടെ ആഘോഷം എന്നറിയോ? വലിയ കേക്ക് കൊണ്ട് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ്, ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ്. ഈ സമുദായം എവിടെ എത്തി? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ റസൂലുള്ളാഹിനെ ഒരു ഭാഗത്ത് ആക്ഷേപിക്കുകയും നിബിധങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിലകൊള്ളുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമുക്ക്
പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ അക്ഷരം പ്രതി അനുധാവനം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാകണം നമ്മുടെ സദസ്സുകൾ കൊണ്ടുണ്ടാകേണ്ടത്. അധരവ്യായാമത്തെക്കാൾ അഭികാമ്യം അനുകരണത്തിലൂടെയുള്ള ആവിഷ്കാരമാണ് എന്ന ആപ്തവാക്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഞാൻ എന്റെ വിഷയം ആരംഭിക്കുകയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചെറിയ ഹദീസ് സഹോദരിമാർക്കൊക്കെ അറിയുന്നതാണ്, സഹോദരങ്ങൾക്കും അറിയുന്നതാണ്, നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ നാളത്തെ സുബഹി മുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചന മാത്രമാണ്. ആദരവായ പ്രവാചകൻ പറഞ്ഞു, 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ആ ബാങ്ക് വിളി കേട്ട ഉടനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? നമ്മൾ സാധാരണ ബാങ്ക് വിളിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവർ പോലും അത് മടക്കി വെച്ചിട്ട് ആ മുഅദ്ദിന്റെ വിളിക്ക് ഉത്തരം കൊടുത്ത് അതിന് ജവാബ് പറഞ്ഞ് അതിന് ഉത്തരം കൊടുത്ത് അതിന് പറയുന്നത് പോലെ പറഞ്ഞ് നാം ധന്യരാകാറുണ്ട്. അതൊക്കെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന കഥയാണ്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ആരെങ്കിലും ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ അവനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വിളി പള്ളിയുടെ വിചാരത്തിൽ നിന്ന് കേൾക്കുന്ന സമയത്താരെങ്കിലും ആ ബാങ്ക് വിളി അവസാനിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തു ഖായിമാ ആതി മുഹമ്മദൻ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ വഅതാ. ആരെങ്കിലും ആ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദുആയാണ് സഹോദരങ്ങളെ പഠിക്കാത്തവരുണ്ടെങ്കിലും പഠിച്ചോളനെ. ജീവിതത്തിൽ ഇന്നേവരെ ഓടാത്തവരുണ്ടെങ്കിൽ നാളത്തെ സുബഹി മുതൽ ഓടുമെന്നുള്ള പ്രതിജ്ഞയോടെ ഈ സദസ്സിൽ നിന്ന് മടങ്ങിപ്പോകണേ. അല്ലാഹു റസൂൽ പറയുകയാണ്, ആരെങ്കിലും നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷണം കേൾക്കുമ്പോ ബാങ്കിന്റെ വിളി കേൾക്കുമ്പോ പള്ളിയുടെ വിചാരത്തിൽ നിന്ന് മുഅദ്ദിന്റെ നാവിലൂടെ പടച്ചതമ്പുരാന്റെ പള്ളിയിലേക്കുള്ള ക്ഷണം വരുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, പരിപൂർണമായ വിളിയുടെ ഉടമസ്ഥനായ അല്ലാഹ് വസ്സലാത്തു ഖായിമാ എന്നും നിലനിൽക്കുന്ന നമസ്കാരത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഈ വിളിക്കുന്ന ബാങ്കിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാ. ഇത് പരിപൂർണമായ വിളിയോ. ഈ വിളി ഖിയാമത്ത് മുരഞ്ഞു കേൾക്കുമ്പോൾ സംശയവുമില്ല. ഈ വിളിയിൽ ഒരു അക്ഷരം പോലെ കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഈ വിളി പരിപൂർണമായ വിളിയാണ്. ഈ നമസ്കാരം എന്നും നിലനിൽക്കുന്നതാണ്. എന്നും നിലനിൽക്കുന്ന നമസ്കാരത്തിന്റെ ഉടമയായ പരിപൂർണമായ വിളിയുടെ ഉടമസ്ഥനായ അല്ലാഹ് മുഹമ്മദൻ വസീലത വൽ ഫളീല. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ സർവസ്വമായ ഞങ്ങളുടെ കരളിന്റെ കാലലായ ഹൃദയത്തിന്റെ തുടിപ്പായ കണ്ണിലെ കൃഷ്ണമണിയായ ഞങ്ങളുടെ ഭാര്യാമക്കളെക്കാൾ ജീവനക്കാർ സ്വപ്നക്കാർ സർവസ്വത്തെക്കാർ ഞങ്ങളെ പ്രണയിക്കുന്ന പ്രേമിക്കുന്ന ഹുമ്പുകൾക്കുന്ന ഇഷ്കുകൾക്കും ഞങ്ങളുടെ അകരാളിന്റെ അകക്കാതിൽ ആരോടുള്ള അനുരാഗമാണോ തുറപ്പിച്ചത്? ആ പ്രവാചകനെ നീ വസീല കൊടുക്കലല്ല, ഫളീല കൊടുക്കലല്ല. വബഅസുഹു മഖാമൻ മഹ്മൂദൻ നബിയെ വഅതാ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവിന് നീ മഖാം മഹ്മൂദ് കൊടുക്കലല്ല, മഹ്മൂദ് കൊടുക്കലല്ല. ഈ ദുആ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഓരോ റബിയുള്ളവരെ കഴിവിന്റെ സഹോദരങ്ങള് ഓരോ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള പ്രതിജ്ഞയല്ലേ നാം എടുക്കേണ്ടത്. അല്ലാതെ പായസം വെച്ച് വിളമ്പിയിട്ട് പുണ്യം ലഭിക്കുമോ? അല്ലാതെ ചോറ് കെട്ടിക്കൊടുത്തിട്ട് പുണ്യം കിട്ടുമോ? ചോറ് കൊടുക്കുന്നതിന് പുണ്യം തന്നെയാണ്. പക്ഷെ ഏതൊരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷത്തിലാണോ ഞാനും നിങ്ങളും ചെയ്യുന്നത്? ആ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിക്കണ്ടേ. അതിനുവേണ്ടിയിട്ടല്ലേ നമ്മുടെ ആഘോഷങ്ങൾ മാറ്റേണ്ടത്, അതിനുവേണ്ടിയിട്ടല്ലേ അനുസ്മരണങ്ങൾ മാറ്റേണ്ടത്, അതിനുവേണ്ടിയല്ലേ ഇതുപോലുള്ള മതവിജ്ഞാനങ്ങളെ സംഘടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇന്നു മുതൽ അടുത്ത വഴിയുള്ളവർ വരെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കാതുകൊണ്ട് എപ്പോഴാണോ ബാങ്ക് കേൾക്കുന്നത് ആ ബാങ്ക് അവസാനിക്കുന്ന സമയത്ത് ഞാൻ എന്റെ നേതാവിന് വേണ്ടി വസീലയെ തേടും, ഞാൻ പ്രവാചകന് വേണ്ടി ഫളീലയെ തേടും, എന്റെ റസൂലിന് വേണ്ടി ഞാൻ മഖാം
മനമോട് ചോദിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം എന്റെ സഹോദരങ്ങളെ ഒറ്റപ്പാടത്തെ സദസ്സിൽ നിന്ന് വരിക. ഈ സദസ്സിൽ നിന്ന് വരിക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എഴുതി വെക്കുന്ന പഠിക്കുന്ന ചെറുപ്പക്കാരാ, പുതിയ സിനിമകളുടെ പാട്ടറിയുമല്ലോ. പുതിയ സിനിമകളുടെ പാട്ട് നിനക്ക് മനനമല്ലേ, നിനക്ക് കാണാ പാടമല്ലേ, മനപ്പാടമല്ലേ, ഒരക്ഷരം പോലും വിടാതെ നീ ഹിഫ്ളാക്കിയിട്ടില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെയോട് പറയുകയാ, ഓരോ സ്ത്രീലിന്റെ കൈയിലെ വിളയുന്ന പെങ്ങളെ രണ്ട് വരി പോലെ പുറത്തില്ലാത്ത എഴുതി പഠിച്ചിട്ടുണ്ടാകുന്ന സമയം മുതൽ ജീവിതത്തിലത് പ്രാവർത്തികമാക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. വാക്ക് കേട്ട ഉടനെ ആരെങ്കിലും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തി വഖായിമ ആതി മുഹമ്മദൻ വസീലത വലൗഫലില്ല വബഅഹു മഖാമൻ മഹമൂദൻ الذي വഅത. ഈ രണ്ട് വരി പോലും ഇല്ലാത്ത ദുആ ഒന്നും ഓതിക്കില്ല. അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലത്തിലോ ശഫാഅത്തി യൗമൽ ഖിയാമ. ആരോട് സഹായിക്കാനില്ലാത്ത അന്ത്യനാളില് ഭീകരമായ നിമിഷത്തില് ഇന്ന് ശഫാഅത്ത് ലഭിക്കുമെന്ന് മുഖ്ബിറേ സാദിഖ് ലോകത്തിന്റെ നായക മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ചെറിയ വലിയ വലിയ പാട്ടുകൾ കാണാൻ വിളിക്കുമ്പോൾ ഞാനും എന്റെ ആള് 40 പേര് ഷാഫി മദ്ഹബനുസരിച്ച് ജുമയ്ക്കുള്ള ആളിന്റെ കാര്യമാണ് പറയുന്നത്. ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ അത് ദീനീപരമായ കാര്യമല്ലേ എന്നാണ്. എന്താ കാര്യം? ആ പാട്ടിട്ട ഒരാള് മൊബൈലിൽ വിളിച്ചപ്പോ ഞാനും എന്റെ ആള് 40 പേരും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട്. ഞാൻ ഇട്ട സിനിമ പാട്ടല്ലേ? അല്ലോ സാറേ, ഞാൻ നല്ല ഉദ്ദേശിച്ചിട്ടതാണ്. ഞാൻ എന്തുദ്ദേശമാണ്? ഷാഫി മദ്ഹബനുസരിച്ച് 40 പേരുണ്ടെങ്കിൽ ജുമ ശരിയാവും. അപ്പൊ അതൊരു ദീനീയപക്ഷമായി ഞാൻ ചിന്തിച്ചു. നീയത്താണല്ലോ ഉസ്താദെ നോക്കുന്ന, വേഷഭൂഷാദികളിലേക്കല്ല നോക്കൂലല്ലോ എന്നൊക്കെയാണ് ഇന്നത്തെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ. വഴല് കൂടുന്നതനുസരിച്ച് മസലകൾ പഠിച്ചു ഇപ്പോൾ പള്ളിയിരിക്കുന്ന ഇമാമിന്റെ കാത് മുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുക. എല്ലാവർക്കും വിവരമുണ്ട്. ഇപ്പോ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. പണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് മഞ്ഞക്കുളം മാലയോ അല്ലെങ്കിൽ നഫീസത്തുമാലയോ ബദരിയത്തുമാലയോ ഒക്കെ ഓതാൻ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു അക്ഷരം തെറ്റിപ്പോയാൽ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഉമ്മാമ അപ്പോഴേ പറയും, ആ ഉസ്താദ് ഓതി ശരിയല്ല, അയാളെ പറഞ്ഞു വിട്ടിട്ട് സഹോദരനെ വിളിക്കാൻ പറയും. അത്രയും വിദ്യാഭ്യാസം അന്നത്തെ ഉമ്മമാർക്കുണ്ട്. അവരൊക്കെ മണ്ണിനടിയിൽ പോയി. ഇന്നത്തെ ഉമ്മമാർക്ക് ബദരിയത്തും അറിയില്ല, നഫീസത്തുമാലെ അറിയില്ല, മഞ്ഞക്കുളം മാല അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താ? 6ാം മാസത്തിലെ കീറി എടുക്കുക. മറ്റത് നഫീസത്തുമാല ഓതുമ്പോഴേ പ്രസവിക്കുമായിരുന്നു. ശരിയല്ലേ? ഇതല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എഴുതി പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ നമ്മൾ ഇനി എന്നാ പഠിക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മുടെ വീട് മരണപ്പെട്ട നമ്മുടെ മയ്യത്തുകളെ പള്ളിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഞാനും ഒരു പള്ളിയിലെ ഖതീബായിരുന്ന സമയത്ത് ഞാനും അത് പറയേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. എന്താ പറയുന്നത്? 1ാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ അല്ലേ മദ്ഹബില്ലിയോടുള്ളൂ. ശരി. 2ാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ പേരിലുള്ള സ്വലാത്ത്. 3ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പരമപ്രധാനമായ മർമ്മപ്രധാനമായ ദുആ. അറിയുന്നവർ പൂർത്തിയാക്കി ഓതുക, അല്ലാത്തവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് മുതൽ തുടങ്ങിയ ആവർത്തനോട് എത്ര നാൾ കൊണ്ട് നമ്മൾ ആവർത്തിക്കാൻ തുടങ്ങി? നമുക്ക് പഠിക്കണോ? ഇതുവരെയെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള വിവരവും അത് പ്രാവർത്തികമാക്കാനുള്ള കർമ്മശേഷിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം വസീല. അത് മാത്രം നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഫളീലയും മഖാമും മഹമൂദും മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു ആരോഗ്യവും നിങ്ങൾക്ക് അതിനുള്ള തൗഫീഖും എനിക്കും അള്ളാഹു തൗഫീഖ് തരുമെങ്കിൽ മറ്റൊരവസരത്തിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ഫളീലയും മഖാമും മഹമൂദും മാറ്റിവെക്കാം. ഇന്ന് നമുക്ക് വസീല എന്താണ് ചർച്ച ചെയ്യാം. എന്താണ് വസീല? നമ്മൾ വെറുതെ അങ്ങോട്ട് ചോദിക്കാൻ പോരല്ലോ. അള്ളാഹുവേ, ഞങ്ങളുടെ മുത്തിന് നീ വസീല കൊടുക്കണം. അറബി അറിയാത്ത ആളുകൾ വന്നിരിക്കുമ്പോ ഉസ്താദ് അറബിയിൽ ഈ കിടക്കുന്ന ഈ ഇരിക്കുന്നോ മരിച്ചു പോട്ടെ എന്ന് ദുആ ചെയ്താലും നമ്മളൊരു ആമീൻ എന്ന് പറയും. കാരണം എന്താ? നമുക്ക് അറബി അറിഞ്ഞൂടാ. ഇമാമ അല്ലെങ്കിൽ ഇമാമിനെയല്ല ഞാൻ പറയുന്നത്. വഴല് പറയാൻ വന്ന ഞാന് ഒരാളുടെ എനിക്ക് എതിർപ്പുണ്ടെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ അയാൾ എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു ദുആരക്കാൻ പറഞ്ഞു. ഞാൻ അറബിയിൽ പടച്ചോനെ ഇയാൾ 2 ദിവസത്തിൽ കൂടുതൽ കിടക്കല്ലേ പടച്ചോനെ, നീ അയാളെ പെട്ടെന്ന് മരിപ്പിക്കുന്നതിന് ദുആ ചെയ്താൽ അയാൾ കരുതും എന്നെ ദീർഘായുസിന് വേണ്ടി ദുആരക്കുന്നത്. അയാൾ ആമീൻ പറയും. ഇത് നമുക്ക് പഠിക്കേണ്ട ബാധ്യതയല്ലേ? ഖബറിലെ ഭാഷയും സ്വർഗത്തിന്റെ ഭാഷയും ഖുർആന്റെ ഭാഷ
ഭാഷയും അറബിയല്ലേ, എത്ര പേര് പഠിക്കുന്നു? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതുപോലെ സദസ്സുകൾ അതിന് ഫലപ്രദമാക്കി എടുക്കണം. ഓരോ പള്ളികളിലും നമ്മുടെ പള്ളിയിലെ ഇമാമിയങ്ങൾ ചെന്നിട്ട് നമുക്ക് ആവശ്യമായ കൊച്ചു കൊച്ചു അറബികൾ പഠിക്കാൻ മനസ്സ് കാണിക്കണം, കൊച്ചു കൊച്ചു സൂറത്തുകൾ പഠിക്കാൻ മനസ്സ് കാണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ATM-ന്റെ മുമ്പിൽ നിന്നൊക്കെ മതി, ഇനിയിപ്പോ വീട്ടിനകത്തിരുന്നാൽ മതി, കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ATM-ന്റെ മുമ്പിൽ നിൽക്കുന്ന മതി, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ മതി. അള്ളാഹു നമുക്ക് പഠിക്കാനും പഠിക്കുന്നത് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് വസീല? വസീല കൊടുക്കണേ എന്ന് ദ്വാരക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളെ മുഅദ്ദിന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ, മുഅദ്ദിനെ കേട്ട് കഴിഞ്ഞാൽ, ആ മുഅദ്ദിനെ വിളിക്കുന്ന ബാങ്ക് നിങ്ങളെ കേട്ട് കഴിഞ്ഞാൽ ഫഖൂലൂ മിസ്ലമായ അതിനെ പറയുന്നത് പോലെ നിങ്ങൾ പറയണേ. അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന സമയത്തതുപോലെ ഏറ്റു പറയണേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതുപോലെ ഏറ്റു പറയണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ ഏറ്റു പറയണേ, നിങ്ങൾ അതിന് ജവാബ് പറയണേ. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, സുമ്മ സ്വല്ലൂ അലൈഹാ, പിന്നെ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലണേ, ഒരു സ്വലാത്ത് നിങ്ങൾക്ക് വേണ്ടി ചൊല്ലണേ, ഒരു സ്വലാത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലണേ. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, സുമ്മ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നിങ്ങൾ എനിക്ക് റബ്ബിനോട് വസീലയെ ചോദിക്കണേ. വളരെ വ്യക്തമായി എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. 2 മണിക്കൂർ അല്ലാഹു തൗഫീഖ് തന്ന 2 മണിക്കൂർ പ്രസംഗിക്കുന്നുണ്ട് സഹോദരങ്ങളെ. വസീല എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാം. നാളത്തെ സ്വർഗ്ഗം മുതൽ ഇൻഷാ അല്ലാഹ് എന്റെ ആത്മാവ് ശരീരത്തോട് വിട പറയുന്നത് വരെ, ഞാൻ ഈ ലോകം വിട പറയുന്നത് വരെ ഞാൻ ഓരോ പ്രതിജ്ഞയോട് അത് ജീവിതത്തിന്റെ ഒരു ലഹരിയായി, ജീവിതത്തിന്റെ ഒരു ചാതുര്യമാനമായ ഏറ്റവും നല്ല മഹിതമായ ഒരു മാതൃകയായി, മറ്റുള്ളവർക്ക് ഒരു ഗുണപാഠമായി, മറ്റുള്ളവർക്ക് നമ്മെ കണ്ട് പ്രവർത്തിക്കാനും ഓടാനുമുള്ള ഒരു പ്രേരണയായി ഇന്ന് മുതൽ തീരുമാനമെടുക്കണേ ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ തീരുമാനമെടുക്കണേ പെങ്ങളെ. അല്ലാഹു പറയുകയാണ്, നിങ്ങളെ ബാങ്ക് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളാ മാറിനെ പറയുമ്പോൾ പോലെ പറയണേ. നിങ്ങൾ അത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു സ്വലാപ്പെടുന്നത് നിങ്ങൾ 3ാമതായി പറയുകയാണ്, സ്വലാത്തിനെ നിർത്തിക്കളവുണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദിക്കണേ, പടച്ചവനോട് വസീലയെ ചോദിക്കണേ. എന്താണ് വസീല എന്നറിയോ? നിങ്ങൾ തന്നെ പറയുകയാണ്, അത് സ്വർഗത്തിന്റെ ഒരു പദവിയാണ്, അതല്ലാതെ സ്വർഗമുണ്ടല്ലോ. കൈകൊണ്ട് വിട്ടാതെ പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യത്തിന്റെ നാദം കൊണ്ട് മുഖരിതമായ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സുന്ദരമായ പരമോന്നതമായ പദവിയാണ്. എന്നിട്ട് നബിതങ്ങൾ പറയുന്നതുണ്ട്, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഘോഷാലപോലെ സൂചാലകളില് ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമല്ല കൊടുക്കുന്ന പദവിയാ. ഒരാള് ഞാനാകാ കുതിക്കുകയാണ്. മനസ്സാരനിലോ വസീലത്ത ആരെങ്കിലും എനിക്ക് വേണ്ടി പടച്ചവനോട് വസീലയെ ചോദിച്ചാൽ അവൻ എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് ലോകത്തിന്റെ നായക മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, റബീഉൽ മാസമല്ലേ, സ്വലാത്തിന് കുറവരുത്തണ്ട, സ്വലാത്ത് നമുക്ക് ആവേശത്തോടെ ചെയ്യാറുള്ളതാ. ഈ മണൽ തെരുകരല്ല, ഈ മണൽ തെരുകരല്ല ധന്യമാകട്ടെ. ഈ ഓരോ നമ്മുടെ സ്വലാത്ത് കേൾക്കുന്ന പക്ഷപരവാദികള്, വൃക്ഷരാദികളും സചേതന വസ്തുക്കളും അചേതന വസ്തുക്കളല്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സ്വലാത്തിൽ ലുബ്ധ വേണ്ട, സ്വലാത്തിൽ നമുക്ക് ലുബ്ധ വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെന്ന് പറയുന്നത്. ഒന്നാമത് നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ടി വസീലയെ തേടണേ. രണ്ടാമത് പറഞ്ഞു, വസീല സ്വർഗത്തിന്റെ ഒരു പദവിയാ. മൂന്നാമത് പറഞ്ഞു, ഒരാൾ കിട്ടുന്ന പദവിയാ. നാലാമത് പറഞ്ഞതാ, ഒരാൾ ഞാനാകാൻ കൊതിക്കുകയാ. അഞ്ചാമത് റസൂലുള്ള പറയുന്നു, എനിക്ക് വേണ്ടി വസീലയെ ചോദിച്ചാ അവൻ എന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് 5 കാര്യങ്ങളാണ് നബിതങ്ങൾ പറഞ്ഞത്. ഒന്ന് വിശദീകരിച്ചൂടെ സഹോദരങ്ങള്? നമുക്ക് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകട്ടെ, ജീവിതത്തിനൊരു വലിയ മാറ്റം വരട്ടെ, പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. നമ്മുടെ റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോ ഏതൊരു പ്രവാചകനെ പറ്റിയാ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ആ പ്രവാചകനല്ലേ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത്? ഉറക്കത്തിലും ഊണിലല്ല നമ്മളെ പറ്റി ഓട്ട കിടന്നതാ പ്രവാചകന.
അതുകൊണ്ട് പാതിരാത്രി നോക്കുന്ന ചർച്ചതയിലൂടെ അതുവഴി നമ്മുടെ ജീവിതത്തിലെ മഹിതമായ ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ ഒരു മാറ്റത്തിന്റെ മാറ്റലിയായി മതവിജ്ഞാന സരസ് മാറ്റുന്നു. 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് എഴുന്നേറ്റ് പോകുന്നു. അല്ലാഹുവേ, റഹ്മത്തിന്റെ മാലാകമാരുടെ ആ നിഷ്ഠൂരമായ പ്രവാഹം കൊണ്ട് എന്റെയും നിങ്ങളെയും ശരീരം കോരിത്തെറിക്കട്ടെ. മുത്തുനബിയെ പറ്റി പറയുന്ന വേദിയ ഈ സദസ്സിലെ റസൂലുള്ളാഹിന്റെ തൃപ്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാരാമാറുമ്പോൾ മാലാകമാർ കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടൊന്ന് വിശദീകരിച്ചൂടെ സഹോദരങ്ങള്? ഒന്നാമത് നബിതങ്ങളെ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീലയെ തേടണേ. 1000 വട്ടം എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ വസീലയെ തേടൂല. അല്ലാഹുവിന്റെ റസൂലിന് ഞങ്ങളുടെ വസീലയെ ചോദിക്കൂലെന്ന് തീരുമാനിച്ച അല്ലാഹുവിന്റെ റസൂലിന് വസീല കിട്ടൂലേ ചെറുപ്പക്കാരാ? നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് കൊടുക്കുന്ന പദവിയല്ല വസീല. നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് കൊടുക്കുന്ന പദവിയല്ല ഫലീല. നമ്മൾ ചോദിച്ചെങ്കിലും അല്ലാഹു കൊടുക്കുന്ന പദവിയാ മഖാമും മഹ്മൂദ്. ഒരു ഉദാഹരണമാണെന്ന് പറയട്ടെ. ഒറ്റപ്പാലത്തുള്ള ആളുകളോ, പാലക്കാട് ജില്ലയിലെ ആളുകളോ, കേരളത്തിന്റെ ആളുകളോ, ഇന്ത്യ രാജ്യത്തെ ആളുകളോ, ലോക രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളും കൂടി ഒരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനമാണെന്നറിയോ? നാളെ മുതൽ ഞങ്ങൾ നിസ്കാരമില്ല, ഞങ്ങളിന് നോമ്പെടുക്കൂല, ഞങ്ങളിന് ഹജ്ജിന് പോകൂല, ഞങ്ങളിന് ദാനധർമ്മങ്ങൾ ചെയ്യൂല, ഞങ്ങളെ മജ്‌ലിസിനോട് നടക്കൂല, ഞങ്ങളെ സ്വലാത്ത് ചൊല്ലൂല, ഞങ്ങളുടെ തസ്ബീഹ് ചൊല്ലൂല, ഞങ്ങളുടെ ദിക്റുകൾ ചൊല്ലൂല. ഇനി ഞങ്ങളുടെ രീതിയെല്ലാം മറിച്ചാണ്. കള്ളു പിടിക്കുന്നവരായി ഞങ്ങള്, പെണ്ണ് പിടിക്കുന്നവരാ ഞങ്ങള്, പൈസ വാങ്ങുന്നവരാ ഞങ്ങള്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹറാം ഒഴിവാക്കൂല, ഒരു ഫർദ് ഞങ്ങളെ ചെയ്യൂല, ഒരു സുന്നത്ത് ഞങ്ങളെ ചെയ്യൂല, ഒരു കറാഹത്ത് ഞങ്ങൾ ഒഴിവാക്കൂല. ഞങ്ങളുടെ സുഹൃതങ്ങൾ ഒഴിവാക്കിയിട്ട് ദുഷ്കർമ്മത്തിന്റെ പോകുന്ന തീരുമാനമെടുത്തു. സഹോദരങ്ങളെ, അല്ലാഹ് എന്തെങ്കിലും ഒരു പോറല് പറ്റുമോ? നിങ്ങൾ നിസ്കരിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ പടത്തോ എന്തെങ്കിലും പോറല് പറ്റുമോ? ഇനി നിങ്ങളല്ല, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള മുഴുവനും മനുഷ്യനും ഒരുമയോടെ തീരുമാനമെടുത്തു. ഇനി നിസ്കാരം വേണ്ട, പള്ളികളെ പൊളിച്ചു കളയാ. ഇനി നിസ്കാരം വേണ്ട, പള്ളികളെ തച്ചുകർത്ത് കളയാ. ഇനി കോളേജുകൾ വേണ്ട, ഹിഫ്ള് വേണ്ട, ഒന്നും വേണ്ട. ഇനി ഒരു നിസ്കാരം ഒന്നും വേണ്ടെന്ന തീരുമാനമെടുത്ത അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ പല്ലയാണ് സത്യം. അല്ലാഹുവിന്റെ നൂറിനോ, അവന്റെ പ്രകാശത്തിനോ, അവന്റെ പ്രഭയ്ക്കോ ഒരു മങ്ങളെ ഇല്ല, ഒരു പോരലേ ഇല്ല. ഇനി എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, അങ്ങനെ തുടങ്ങിയിട്ട് ഇന്നും മ്യാൻമറിലെ പാവപ്പെട്ട റോഹിംഗ്യ മുസ്ലിംകളെ കടിച്ചു കീഴുന്ന സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ ആങ് സാൻ സൂചി എന്ന് പറയുന്ന നേതാക്കളടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളെല്ലാം കൂടി തീരുമാനമെടുത്തു. ഞങ്ങളിനി നിസ്കരിക്കാൻ പോവുകയാ. ലോകം ആകാശത്തുകാല ഭൂമിക്ക് മുകളിൽ ഒരു ഹറാമ് ചെയ്യുന്നവരില്ല, ഒരു സർവ്വമാകുന്നവരില്ല. പള്ളിയിൽ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുന്നത് ഹൈന്ദവന് ക്രൈസ്തവനും മുസൽമാനും ഒരുപോലെയാ. ലോകത്തൊരു കാഫിറില്ല, ലോകത്തൊരു നസ്രാനിയില്ല, ലോകത്തൊരു ജൂതനില്ല, ലോകത്തൊരു ബുദ്ധനില്ല, ലോകത്തൊരു സിഖ് മതക്കാരനില്ല. എല്ലാവരും മുസ്ലിമീങ്ങളാ, എല്ലാവരും സുന്നത്ത് ജമാഅത്തുകാരാ. അങ്ങനെ ഒരു സാഹചര്യം വന്നാ അല്ലാഹുവിന്റെ നൂറാനിയത്തിന് വളർച്ചയുമില്ല, അല്ലാഹുവിന്റെ നൂറാനിയത്തിന് വളർച്ചയില്ല. നമ്മളെല്ലാം കൂടി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ കാട്ടമില്ല, വാട്ടമില്ല, പടച്ചവൻ ഉയർച്ചയില്ല, തകർച്ചയില്ല. പിന്നെയോ നമ്മൾ ഇബാദത്തെടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ തടിയുടെ രക്ഷയ്ക്കാണ്. നമ്മൾ ഹറാം ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മുടെ തടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ചേർത്ത് വായിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാനും നിങ്ങൾ ചോദിക്കുമ്പോ കൊടുക്കുന്ന പദവിയല്ല വസീല. ഞാനും നിങ്ങൾ ചോദിക്കുമ്പോ കൊടുക്കുന്ന പദവിയല്ല ഫലീല. ഞാനും നിങ്ങൾ ചോദിക്കുമ്പോ അള്ള കൊടുക്കുന്ന പദവിയല്ല ചോദിച്ചില്ലേ വല്ല വസീല കൊടുക്കൂ, ചോദിച്ചില്ലേ വല്ല ഫലീല കൊടുക്കൂ. ഞാനും നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഉള്ള മക്കാമും നമ്മോട് കൊടുക്കൂ. പിന്നെ ചോദിക്കാ പറഞ്ഞതെന്തിനാണ്? അത് വഴി പുണ്യം നമുക്ക് കിട്ടാനാ.
അതുവഴി പുണ്യം നമുക്ക് കിട്ടാനാണ്. അല്ലാതെ നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് ഇരുന്ന് ദുആ ചെയ്തു, നമ്മളെല്ലാം കൂടെ മജ്‌ലിസ് നൂർ നടത്തി അങ്ങോട്ട് ധന്യരായപ്പോ ബദരീങ്ങൾക്ക് അല്ലാഹു പുണ്യം കൊടുത്തതാണോ? ബദരീങ്ങൾക്ക് അല്ലെങ്കിലും പുണ്യമുണ്ട്. നമ്മൾ ഷഹീദ് ഫൈസലിനെ ദുആ ചെയ്തില്ലെങ്കിൽ ഷഹീദ് ഫൈസൽ തന്നെയാണ്. നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും നബി തങ്ങളുടെ ആ വ്യക്തി പ്രഭാവത്തിന് ഒരു സംശയവും അക്കാര്യത്തിലില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഇതൊക്കെ ചെയ്താൽ നമുക്ക് കൊള്ളാം, ചെയ്തില്ലെങ്കിൽ നമുക്ക് കൊള്ളാം. രണ്ടും ഒരുപോലെ തന്നെയാണ്. നിസ്കരിച്ചാൽ നമുക്ക് കൊള്ളാം, നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് കൊള്ളാം. നാളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളോട് നബിതങ്ങൾക്ക് വേണ്ടി വസീലയെ തേടാൻ പറഞ്ഞത് നമ്മൾ മസ്ജിദൊന്നും പിടിക്കണ്ട, നമ്മളോടാ പറഞ്ഞത്. നമ്മുടെ നേതാവൊക്കെ ശരി തന്നെയാ, വേറെ ഏത് നേതാവിനെ പോലെയല്ല. വേറെ ഏത് നേതാവിന്റെ കഥ പരിശോധിച്ചാലും അനുയായികളുണ്ടെങ്കിലേ നേതാക്കന്മാരുണ്ട്, നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ. ഇപ്പൊ വലിയ പ്രഭാഷകനായി അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരാൾ വന്നു, ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്നു, നിങ്ങളാരും മൈൻഡ് ചെയ്യൂല. ഇങ്ങനെ ഒരച്ചോണ്ട ഞാൻ ഇങ്ങ് പോകുന്നത്, ആരെയും ഞാൻ ശ്രദ്ധിച്ചില്ല, ആരെയും ഞാൻ മൈൻഡ് ചെയ്യൂല. നിങ്ങളുടെ മുമ്പിൽ വലിയ ആളായിട്ട് ഞാൻ അങ്ങനെ ഗമയടിച്ചു നിന്നു. നിങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു, ഇയാൾ ഇനി എവിടെ പോയാലും ഞങ്ങൾ പോകാൻ തീരുമാനം. ഞാൻ ആരോട് പ്രസംഗിക്കും? നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ, അനുയായികളുണ്ടെങ്കിലേ നേതാക്കന്മാരുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ റസൂലുള്ള അങ്ങനല്ല. നമ്മൾ ഇല്ലെങ്കിൽ പോലും നിബിധങ്ങൾക്ക് യാതൊരു മഹത്വത്തിന് കുറവുമില്ല. നമ്മൾ ചോദിച്ചില്ലെങ്കിലും അള്ളാഹു ആ പദവികൾ മൂന്നും മുത്തായ റസൂലുള്ളാഹിന് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഒരു സംശയവും നമുക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മുഴുവൻ മലായിക്കത്തുകളും ഒന്ന് സുജൂദ് ചെയ്തു. നിങ്ങൾ ചിന്തിക്കുന്നവരാണെന്ന അനുമാനത്തോടെ നിങ്ങൾ നല്ല രീതിയിൽ ഈ പ്രസംഗം വീക്ഷിക്കുന്നു എന്ന ഞാൻ അനുമാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ, ഇത് അല്പം ചിന്തിച്ചാലേ മനസ്സിലാവും ഈ പറയുന്ന കാര്യം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ മുഴുവനും മലായിക്കത്തുകളും ഒന്ന് സുജൂദ് ചെയ്തു. നമ്മൾ പഠിച്ചവരാണ്. മുഴുവനും മലക്കുകളും വന്ന് ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. എന്തിനാണ്? എന്തുകൊണ്ടാണ്? മലക്കുകൾ എന്തിനാ? ആദം എന്ന് പറയുന്ന മനുഷ്യന്റെ, അത് മലക്കുകൾ പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്. ആദം നബി മണ്ണാൽ പടക്കപ്പെട്ടവരാണ്. മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദം നബിയുടെ മുമ്പിൽ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ ഒന്ന് സുജൂദ് ചെയ്ത കാരണം എന്താണ്? എന്താ കാര്യം? അതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം നടന്നു. അവിടെ ലോകത്തുള്ള മുഴുവൻ നാമങ്ങളും ആദം നബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ലോകത്ത് മുഴുവൻ നാമങ്ങളും അള്ളാഹു ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ. ഇത് മൈക്കാണ്, ഇത് ട്യൂബാണ്, ഇത് ലൈറ്റാണ്, ഇത് ബോക്സാണ്, ഇത് പീഠമാണ്, ഇത് മേശയാണ്, ഇത് കസേരയാണ്, ഇത് തൊപ്പിയാണ്, ഇത് ഷോളാണ്, ഇത് ജുബ്ബയാണ്, ഇത് നൈറ്റിയാണ്, ഇത് ചുരിദാറാണ്, ഇത് പാന്റാണ്, ഇത് മുണ്ടാണ് എന്നു വേണ്ട മുഴുവൻ വസ്തുക്കളുടെയും നാമം അള്ളാഹു ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളോടൊക്കെ പറയാൻ പറഞ്ഞപ്പോ മലക്കുകൾക്ക് അറിയില്ല. ആദം നബിയോട് പറഞ്ഞു കൊടുക്കാൻ. ആദം നബി അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോ മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. ആദം നബിയുടെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്യേണ്ടി വന്നു. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഈ ആദം നബിയെ പറ്റി അള്ളാഹു പറഞ്ഞ എന്താണ്? പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അല്ലാഹു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദം നബി അവിടെ മുത്തഅല്ലിമാണ്, ആദം നബി അവിടെ സ്റ്റുഡന്റാണ്, ആദം നബി അവിടെ വിദ്യാർത്ഥിയാണ്. പക്ഷെ മുസ്തഫായ നബിതങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകനാണ്. അല്ലാഹുവിന്റെ റസൂൽ ടീച്ചറാണ്, ആദം നബി സ്റ്റുഡന്റാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉസ്താദാണ്, ആദം നബിയോ വിദ്യാർത്ഥിയാണ്, മുത്തഅല്ലിമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ അധ്യാപകനാണ്, ആദം നബിയുടെ വിദ്യാർത്ഥിയാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഒരു മുത്തഅല്ലിമായ, ഒരു വിദ്യാർത്ഥിയായ, ഒരു സ്റ്റുഡന്റായ ആദം നബിയുടെ മുമ്പിൽ മുഴുവൻ മലായിക്കത്തുകളെ സുജൂദ് ചെയ്തെങ്കിൽ ഒരു അധ്യാപകനായ, ഒരു ടീച്ചറായ, ഒരു ഉസ്താദായ മുസ്തഫായ നബിതങ്ങളെ അല്ലാഹു എന്ത് പരിഗണനയാ കൊടുക്കേണ്ടത്? അതെന്ത് പരിഗണനയാണ് കൊടുത്തതെന്നറിയുമോ? മാലാഖമാരുടെ പ്രത്യേകമായ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സഹോദരിമാർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ അനുമാനിക്കുകയാണ്. സഹോദരങ്ങളെ, ആദം നബിക്ക് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. ആദം നബിയെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തിയ
സ്റ്റുഡന്റ് എന്ന പദമാണ്, വിദ്യാർത്ഥി എന്ന പദമാണ്, വിദ്യാർത്ഥി എന്ന പദമാണ്, പഠിക്കുന്നവനെന്ന പദമാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷെ മുസ്തഫായ നബിതങ്ങളെ പറ്റിയത് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? അല്ലാഹുവിന്റെ റസൂൽ ടീച്ചറാണ്, ഉസ്താദാണ്, അധ്യാപകനാണ്, സംശയം വേണ്ട. സഹോദരങ്ങളെ, മലക്കുകളെ മുമ്പിൽ വിദ്യാർത്ഥിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തെങ്കിൽ അധ്യാപകന്റെ മുമ്പിൽ എന്താ ചെയ്യേണ്ടി വരിക? അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഇടപെടൽ കൂടി വന്നത്. എങ്ങനെയാണ് പടച്ചവനോ ഇടപെട്ടത്? അള്ളാഹു കൂടി ഇടപെട്ടത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹിന്റെ മലക്കുകൾ ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തെങ്കിൽ അത് വിദ്യാർത്ഥിയുടെ മുമ്പിലാണ്, അത് സ്റ്റുഡന്റിന്റെ മുമ്പിലാണ്, അത് പഠിക്കുന്നവന്റെ മുമ്പിലാണ്. പക്ഷെ ടീച്ചറുടെ മുമ്പിലോ ഉസ്താദിന്റെ മുമ്പിലോ അള്ളാഹു കൂടി ഇടപെടുകയാണ്. അള്ളാഹു കൂടി ഇടപെട്ടത് എങ്ങനെയാണ്? ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലമൂ തസ്ലീമാ. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ മലായികത്തുകളും കൂടി നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാ. അല്ല നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അല്ല നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അല്ല ഹജ്ജ് ചെയ്യുന്നോന്ന് പറഞ്ഞിട്ടില്ല, അല്ല ദിക്ർ ചൊല്ലുന്നോന്ന് പറഞ്ഞിട്ടില്ല, അല്ല തസ്ബീഹ് ചൊല്ലുന്നോന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു മനുഷ്യരോട് ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഏതെന്നറിയോ? ലോകത്തിന്റെ നായക, മദീനയുടെ മണവാളനെ, ഞങ്ങളുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചെല്ലുന്ന ഡ്യൂട്ടി അത് മനുഷ്യരെ നമുക്ക് മാത്രമുള്ളതല്ല, അത് അല്ലാഹുവിന്റെ മലക്കുകൾ കൂടി ചെയ്യുകയാണ്. മലക്കുകളോ സൃഷ്ടികളാണ്, അവരും മാത്രമല്ല, സൃഷ്ടാവായ ഏകനായ രാജാതിരാജനായ സർവേശ്വരനായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവസത്യത്തിന് സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂടി സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, നബിതങ്ങൾ ടീച്ചറാണ്, നബിതങ്ങൾ അധ്യാപകനാണ്, നബിതങ്ങൾ ഉസ്താദാണ്. ഏത് നൂറ്റാണ്ടിലാണ് തന്റെ മുന്നിൽ വന്നിരിക്കുന്ന സഹാബത്തിന് മാത്രമല്ല ടീച്ചറായത്? ഈ കാലഘട്ടത്തിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സഹോദരങ്ങളെ മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തില് കേരളത്തിന്റെ ജയിലുകളിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറിയും കൂട്ടിയിട്ട് അദ്ദേഹം പുറത്ത് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോ, കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോ മലയാളമണ്ണിലെ ഇന്റർവ്യൂ വിദഗ്ധനായ ജോൺ ദാസ് വന്നിട്ട് ചോദിക്കുകയാണ്, അലക്സാണ്ടർ ജേക്കബ് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു നിയമം കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണ്? ഇതാരാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? ജയിൽ പുള്ളികളെ കൊണ്ട്, തടവ് പുള്ളികളെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പുറത്ത് കച്ചവടം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? ജോൺ ദാസിന്റെ ചോദ്യത്തിന് മുമ്പിൽ അലക്സാണ്ടർ ജേക്കബ് എന്ന ജയിലിയുടെ മറുപടി എന്തെന്നറിയോ? ഈ അലക്സാണ്ടർ ജേക്കബ് പള്ളിയിലെ ഇമാമല്ല, മഹല്ലത്തിന്റെ ഖാലിയല്ല, നാട്ടിലെ മുദരിസല്ല, പള്ളിയുടെ പ്രസിഡന്റ് അല്ല, മഹല്ലിന്റെ സെക്രട്ടറി അല്ല, ഒരു പ്രഭാഷകനല്ല, മറിച്ച് പക്കാ ക്രിസ്ത്യാനിയാണ്. അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ജയിലിന്റെ തടവുള്ളികളെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാനെന്നെ പ്രേരിപ്പിച്ചത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. നൂറ്റാണ്ട് 14 കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ റസൂൽ അധ്യാപകരാണ്, നബിതങ്ങൾ ടീച്ചറാണ്, നബിതങ്ങൾ ഉസ്താദാണ്. അതുകൊണ്ട് തന്നെയല്ലേ ലോക അവസാനം വരെ പൊന്നാര നബിതങ്ങൾ അധ്യാപകരാണ്, സംശയവും വേണ്ട. ഇന്നും അല്ലാഹുവിന്റെ റസൂൽ അധ്യാപകരാണ്. എന്താ കാര്യം? ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ജയിലിനകത്ത് തടവ് പുള്ളികൾ കഞ്ചാവ് കേസിലും പെണ്ണ് പിടിച്ചും കള്ളു കുടിച്ചും അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കിയും കുത്തിക്കൊന്നും അങ്ങനെയൊക്കെ ജയിലിനകത്ത് പോകുന്ന ആളുകൾ, ആ ജയിൽ പുള്ളികൾ, തടവ് പുള്ളികൾ, ഇപ്പൊ തടവ് പുള്ളികളൊന്നും വിളിച്ചൂടാ. കാരണം ഈ ആക്രമിക്കപ്പെട്ടവൻ ഉണങ്ങി ഈർക്കിൽ പോലെയാവും, അകത്ത് പോകുന്നവൻ നല്ല തക്കാളി പോലെ, നല്ല അങ്ങോട്ട് പോകുന്നത് ചക്കച്ചുള പോലെയാ, തിരിച്ചു വരുന്ന ചക്കക്കുരു പോലെ അങ്ങോട്ട് പോകുന്നത്.
തിരിച്ചു വരുന്ന ചക്ക ചുള പോലെയാ വരുന്നത്. ശരിയല്ലേ? നമ്മൾ പള്ളിയിലും പ്രസംഗിക്കാനും പള്ളിക്കൂടത്തിലും വളവിലും തിരിവിലും ഒക്കെ നിൽക്കുമ്പോൾ പോലീസ് കൈ കാണിക്കുന്നു, ഹെൽമറ്റ് ഇല്ല, എടാ 250 എന്ന് പറയും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 300 250 കൊടുക്കും, ബാക്കി 50 രൂപ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഈ പാവപ്പെട്ട സഹോദരന്റെ 250 കാല് പിടിക്കും. ഹെൽമറ്റ് പൊട്ടിപ്പോയത് കൊണ്ടാ, സീറ്റ് ബെൽറ്റ് പൊട്ടിപ്പോയത് കൊണ്ടാ, അതാണ് ഇടാത്തത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, 250 അടയ്ക്കാൻ പറയും. ഈ 250 വാങ്ങിക്കൊണ്ട് എവിടെ പോകുന്നുണ്ടറിയോ? എവിടെയാ? സൗമ്യയായ പീഡിപ്പിച്ചു കൊല്ലുന്നവനും ജിഷയെ പീഡിപ്പിച്ചു കൊല്ലുന്നവനും ജയിലിനകത്ത് മട്ടനും കൂട്ടി ചാപ്പാട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പൈസയാണ്. ഒന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത്, ജയിൽ പുള്ളികളെ കൊണ്ട് അവിടെ നൈസർഗികമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതത്തിന് ഒരു സാഹചര്യമുണ്ടാക്കി അവർക്കൊരു വരുമാനമായി അവർ ഇറങ്ങുമ്പോൾ അവരുടെ കുറ്റം സമ്മതിക്കപ്പെട്ട് കോടതി ജാമ്യം കൊടുത്ത് അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഒരു തുക ഉണ്ടാവും. അതെന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ എനിക്കതിൽ മാതൃകയാണെന്ന് അലക്സാണ്ടർ ജേക്കബ് പഠിപ്പിക്കുകയാണ്. എങ്ങനെ മാതൃകയായി? ബദറിൽ തടവിൽ പിടിക്കപ്പെട്ട സഹാബ, തടവിൽ പിടിക്കപ്പെട്ട ശത്രുക്കളെ മദീനയുടെ ഔട്ട് ഹൗസിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ മുശാവറ വിളിച്ചു. ആളുകളെ വിളിച്ച് സഹാബത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് ചെയ്യും? നമ്മൾ പട്ടിണിയിലാണ്, അപ്പൊ അവർക്കൂടെ ഭക്ഷണം കൊടുക്കേണ്ടി വന്നാൽ വളരെ കഷ്ടതയല്ലേ? അതുകൊണ്ട് എന്താ വേണ്ടത് നിങ്ങൾ പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പച്ച പാവ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, പോക്കറ്റിൽ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ടങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞാൽ മോചന ദ്രവ്യം വാങ്ങിയിട്ടങ്ങ് വിട്ടേക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും ഒടുവിൽ ചോദിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് എന്താകുമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അവസാനം ഓരോരുത്തരോട് ചോദിച്ചു ഉമർ തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. അപ്പോഴേ വാളങ്ങൂരിയെന്നാണ്. വാൾ ഊരിയിട്ട് നബി തങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എവരിപ്പെട്ട ഒരുത്തന്റെ കയ്യിൽ ഈ വാള് കൊടുക്കാം. അവനവന്റെ കൂട്ടുകാരനെ കൊല്ലട്ടെ, ഈ കൊന്നവനെ അടുത്തോം കൊല്ലട്ടെ, അവനെ മറ്റോ കൊല്ലട്ടെ, അവനെ അടുത്തോം കൊല്ലട്ടെ, അവനെ വേറൊരുത്തം കൊല്ലട്ടെ. അങ്ങനെ കൊന്നു ഏറ്റവും ഒടുവിൽ ഒരുവനുണ്ടാകും, അവനെ കൊല്ലാൻ ആളില്ല, അവനെ ഞാൻ കൊന്നോളാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും സാക്ഷരതയില്ല, വിദ്യാഭ്യാസമില്ല. അവർ തടവിൽ പിടിക്കപ്പെട്ട ആളുകൾ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുത്താലോ? നമ്മളിൽപ്പെട്ട നിരക്ഷരരെ ഒരാളെ അയാൾ പഠിപ്പിക്കട്ടെ, പഠിപ്പിച്ച് പൂർത്തിയായ അവനെ മോചിപ്പിച്ചേക്കാം. അവനെ നമുക്ക് ഉപയോഗപ്പെടുത്തി അവന്റെ ശിക്ഷ എന്താണ്? അവൻ പഠിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ അവന്റെ നൈസർഗികമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തടവ് പുള്ളികളെ കൊണ്ട് ഞാൻ അവരെ കൊണ്ട് വാഴ നടാൻ കഴിയുന്നവൻ, അങ്ങനെ കിളയ്ക്കാൻ പറ്റുന്നവൻ, അങ്ങനെ തയ്യൽ മെഷീൻ ചവിട്ടറിയുന്നവൻ, അങ്ങനെ അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കറിയുന്നവൻ, അങ്ങനെ കോഴിക്കറി വെക്കാൻ പറ്റുന്നവൻ, അങ്ങനെ ഇങ്ങനെ പല പല കഴിവുകളുള്ളവരുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് അവർക്കൊരു വരുമാനവും ആവും. അവർ വെറുതെ കിടന്ന് തിന്ന് അവിടെ നാട്ടിക്കുകയില്ല. അവർ പുറത്ത് ജനങ്ങൾക്ക്, നമുക്കിപ്പോ ഒരു 3 ചപ്പാത്തിയും ഒരു ചിക്കൻ കറിയും കഴിക്കണമെങ്കിൽ 150 രൂപ കൊടുക്കണം, 150 രൂപ കൊടുക്കണം. ഇപ്പൊ ഇനി പൈസ ഒന്നും കൊടുക്കേണ്ട, അങ്ങോട്ട് ഒരപ്പാണ് മൊത്തത്തില്. യാചകര് വഴിയരിയിൽ ഇരിക്കുമ്പോഴും സാറേ ഇതിലൊന്ന് വരച്ചിട്ട് പോകാൻ പറയും. അങ്ങനെ ഒരു സാഹചര്യം വരാൻ പോവാ. ഡിജിറ്റൽ ഇന്ത്യ, എന്ത് ഡിജിറ്റൽ ഇന്ത്യയാണാവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻ, അതൊക്കെ പറഞ്ഞ എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തുന്നത് എനിക്ക് പ്രേരിപ്പിച്ചത് റസൂലുള്ളാഹിയാണെന്ന് ഈ കാലഘട്ടത്തിൽ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി ഇപ്പോഴും അധ്യാപകനായി നിലനിൽക്കുകയല്ലേ? ഇനി നിലനിൽക്കൂലേ? ഒന്ന് ചിന്തിക്കും. എന്തുകൊണ്ടാണ് പോലീസുകാരന്റെ അധികാരത്തിന്റെ അന്തസ്സിന്റെയും അടയാളമായ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഊരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു, മദീനയിലൂടെ ഒരു ജൂതന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നു. മയ്യത്തിനോടുള്ള ആ ഒരു ബഹുമാനം പ്രവാചകന് ഞാൻ പഠിച്ചതാണ്. അപ്പൊ ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ മുണ്ട് കൊടുത്തിരിക്കുന്നവന്റെ ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുണ്ടഴിച്ചിടുക. ഇരിക്കുന്നവന്റെ ബഹുമാനം എഴുന്നേറ്റ് നിൽക്കുക. നടന്നു വരുന്നവന്റെ ബഹുമാനം എന്താണ്? പല രീതിയിലും ബഹുമാനിക്കാം, അല്ലേ? പല രീതിയിലും ബഹുമാനിക്കാം. പോലീസുകാരൻ അവന്റെ അഹങ്കാരത്തിന്റെയും അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും അടയാളമായ തൊപ്പി ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ച് ഊരുന്നതിന് എന്താണെന്ന് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതിനും എന്നെ പ്രേരിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു, ബാക്കി ഞാൻ പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട
സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് ഒരു അധ്യാപകനാണ്. ആ അധ്യാപകനായ ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു കൊടുക്കാതിരിക്കുന്നു വസീല. ഈ സഹോദരങ്ങളെ സഹോദരിമാരെ ചോദിച്ചില്ലെങ്കിലും അല്ല കൊടുക്കുകയെ വസീല എന്ന പദവി. ഒരു സംശയവും വേണ്ട, അള്ളാഹു കൊടുക്കുന്ന പദവിയാ വസീല. ഞാൻ പറയട്ടെ, രണ്ടാമത് റസൂലുള്ള പരിചയപ്പെടുത്തിയത് ഹബീബായ നബി തങ്ങളെ രണ്ടാമതായി പറഞ്ഞിരുന്ന മനസ്സിലത്തിനോ വസീല എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഒരു പരമോന്നതമായ പദവിയാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ട് എഴുന്നേറ്റ് പോകാനുള്ള ചരിത്രം പറയുന്ന സരസല്ല പെങ്ങള്, അല്ലാതെ റസൂലിന്റെ വിശദീകരണങ്ങള്, നബിതങ്ങളുടെ വ്യക്തി പ്രഭാവം പറഞ്ഞുകൊണ്ട് മറക്കപ്പെടുക്കുന്ന ഏരിയ. അല്ലാതെ റസൂൽ പറഞ്ഞ് രണ്ടാമതായി പറഞ്ഞത് വസീല എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഒരു പദവിയാ. ഇത് സ്വർഗത്തിന്റെ സുന്ദരമായ പദവിയാണെന്ന് നബിതങ്ങളെ പറഞ്ഞെങ്കില് സഹോദരങ്ങളെ, സ്വർഗത്തിൽ എത്ര പദവിയാണെന്നറിയോ? ഈ തന്നെ നമുക്കറിയുമല്ലോ എത്ര പദവിയാണുള്ളത്. ഭർത്താവെന്ന പദവി, തെറ്റുകാല ഭാര്യ എന്ന പദവി, അതിന്റെ താഴെയാണ് മക്കളെന്ന പദവി. ഏറ്റവും മുതലെയാണ് മാതാവെന്ന പദവി, രണ്ട് കാല തെറ്റുകാല പിതാവെന്ന പദവി. അങ്ങനെ പദവികളെ താഴോട്ട് വരുന്ന നമ്മുടെ വീട്ടിലാണ്. കമ്മിറ്റിയിലാണെങ്കിലോ പ്രസിഡന്റിന്റെ പദവി സെക്രട്ടറിക്കില്ല, സെക്രട്ടറിയുടെ പദവി ജോയിന്റ് സെക്രട്ടറിക്കില്ല, ആ പദവി ട്രഷറർക്കില്ല, ആ പദവി മെമ്പർമാർക്കില്ല. സഹോദരങ്ങളെ, മഹലിൽ പോലും പദവികളുണ്ട്. ഒരു പള്ളിയിലും പദവിയില്ലേ. ഈ ഇമാമിന്റെ പദവി ഇമാമിനില്ല, ഇമാമിന്റെ പദവി ഇവിടുത്തെ സോദരനില്ല, സോദരന്റെ പദവിയാ മുഅല്ലിമിനില്ല. ആ പദവികൾ ഇങ്ങനെ ഓരോന്നായി നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല കാണിച്ചു തരുന്നു. സഹോദരങ്ങളെ, കേരള പോലീസിന്റെ കഥ പരിശോധിച്ചാൽ ലോക്കൽ പോലീസ് മുതൽ DGP വരെയുള്ള 10 പദവികളുണ്ടെന്നാൽ ഇങ്ങനെ ഓരോ പദവികളും ദുനിയാവിന്റെ ഓരോ മേഖലകളിൽ ഞാനും നിങ്ങളും സങ്കല്പിക്കുന്നതിലോ അതല്ലെങ്കിൽ കാണുന്നതിലോ ഞാനും നിങ്ങളും ഏർപ്പെടുകയാകുന്നു. സ്വർഗത്തിൽ ഞങ്ങൾ ചിന്തിക്കണേ, 100 പദവിയുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ സുഖലോലുടെ സ്വർഗത്തിൽ 100 പദവിയാ. എത്ര പദവിയാ സഹോദരങ്ങള്! നാളെ ഞാനും നിങ്ങളും ചെന്ന് കിടക്കാനുള്ള അനുഗ്രഹീതമായ സ്വർഗമുണ്ടല്ലോ. അല്ലാഹു തആല പടത്തിരുമ്പോരാ അവനനുസരിക്കുന്ന സുജൂദ് ചെയ്യുന്ന, അവന് സുഹൃതങ്ങൾ ചെയ്യുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി നിത്യസങ്കേതമായി പടച്ചവനെ തയ്യാർ ചെയ്തിട്ടുള്ള അനുഗ്രഹീതമായ സ്വർഗമുണ്ടല്ലോ. ആ സുന്ദരമായ സ്വർഗത്തിനോട് പദവിയുണ്ടെന്നാണ് ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുന്നു. ഓരോ പദവിയുടെ ഇടയിൽ ആകാശഭൂമിയോളം വിശാലതയുണ്ടെന്നാണ്. ചിന്തിക്കണേ പെങ്ങള്, അല്ലാതെ സ്വർഗത്തിനോട് പദവിയുണ്ട്. ഓരോ പദവികളുടെ ഇടയിലുള്ള ദൂരം എത്രയാണ്, വ്യാസം എത്രയാണ്, വീതി എത്രയാണ്, ആഴം എത്രയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ആകാശഭൂമികളുടെയിലുള്ള ദൂരമാണ്, ആകാശഭൂമികളുടെയിലുള്ള വ്യാസമാണ്. സ്വർഗത്തിന്റെ ഓരോ പദവികളുടെയിലുള്ള ദൂരമെന്ന് നബിതങ്ങളെ പറഞ്ഞിട്ട് 100ാമത്തെ പദവിയെപ്പറ്റി അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുകയാണ്. ഒരു പദവിയും പറയുന്നത് ഫിർദൗസാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ഏതാണ്? ഫിർദൗസ. എന്നിട്ട് നബിതങ്ങളല്ലേ വിശദീകരിച്ചത്, മിൻഹാ തഫജ്ജറ അൻഹാറുൽ ജന്ന. ആ സ്വർഗത്തിൽ നിന്നാണ്, ആ ഫിർദൗസ് എന്ന പദവിയിൽ നിന്നാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ ഒഴുകുന്നതായ കളകളാരവ മുഴക്കി ഒഴുകുന്നതായ കള്ളാറുള്ളത്, തേനാറുള്ളത്, പാലാറുള്ളത്, വെള്ളത്തിനാറുള്ള ആറുള്ളത്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ 4 അരുവികളാണ്, 4 നദികളാണ്, 4 ആറുകളാ. ആ 4 തടാകങ്ങളും വരുന്നത് എവിടെയെന്നാണ്? അല്ലാഹുവിന്റെ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നിന്നാണ്. തീരുന്നില്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്നു, വമിന ഫൗഖിഹാ യകൂന അർശുർ റഹ്മാൻ. ഈ ഫിർദൗസ് എന്ന പദവിയായ സ്വർഗത്തിന് മുകളിലാണ് അല്ലാഹുവിന്റെ സിംഹാസനം നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ സിംഹാസനം എവിടെയാണ്? ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ നേരെ മുകളിലാണ്. അല്ലാഹുവേ, എത്ര മാസമാണ്, എത്ര മഹത്തരമാ! 100ാമത്തെ പദവി ഫിർദൗസാണ്. ആ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നിന്നാണ് 4 അരുവികളും ഒഴുകുന്നത്. സ്വർഗത്തിലൂടെ വളഞ്ഞു ഒഴുകുന്ന അരുവികളുടെ തുറക്കുന്നവിടെയാ, അതിന്റെ പ്രവാഹം എവിടെയില്ല, അതിന്റെ
തുടക്കമെവിടെ നിന്നാണ്? അത് അല്ലാഹുവിന്റെ തിരുദിവസത്തിന്റെ സ്വർഗത്തിൽ നിന്നാണ്. സഹോദരങ്ങളെ, 100 പദവിയിൽ 100ാമത്തെ തിരുദിവസം ഇന്ന് നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ സിംഹാസനം അതിന്റെ തൊട്ടുമുകളിലാണ്. അല്ലാഹുവിന്റെ സിംഹാസനം അതിന്റെ തൊട്ടുമുകളിലാണ്. അതുകൊണ്ട് ചോദിക്കുന്നവർ ചോദിക്കാനുള്ള സ്വർഗമേലാണ്. ജന്നാത്തുൽ നഈമല്ല, ജന്നാത്തുൽ ഖുൽദല്ല, ജന്നാത്തുൽ നഈമല്ല. അല്ലാഹുവിനോട് ചോദിക്കുമെങ്കിൽ ചോദിക്കേണ്ട സ്വർഗമേലാണ്. നിങ്ങളെ ചോദിക്കാനുള്ള സ്വർഗം തിരുവെത്താണ്. ചോദിക്കുമെങ്കിൽ നിങ്ങൾ തിരുദോഷം സ്വർഗം ചോദിക്കണമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. 100 പദവികൾ സ്വർഗത്തിനുണ്ട്. ഓരോ പദവികളുടെ ഇടയിലുള്ള ദൂരം ആകാശഭൂമിയുടെ ഇടയിലുള്ള ദൂരമാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും മുകളിലത്തെ പദവി എന്ന് പറയുന്നത് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമാണ്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമാണ്. ആ ഫിർദൗസിൽ നിന്നാണ് ബാക്കി സുഖലോലുപ സ്വർഗത്തിലേക്ക് ഒഴുകുന്ന 4 അരുവികൾ. ഈ ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ തൊട്ട് മുകളിലാണ് അല്ലാഹുവിന്റെ സിംഹാസനം. പടച്ചവനെ എപ്പോഴും കണ്ടോണ്ടിരുന്നൂടെ? ചോദിക്കുന്നെങ്കിൽ ഏത് സ്വർഗം ചോദിക്കണം? ഏത് സ്വർഗം? ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിക്കുകയാണ്. 100ാമത്തെ പദവി, അതിനപ്പുറത്തോട്ട് വേറെ പദവിയില്ല. 100 പദവിയുള്ളൂ. അതിൽ 100ാമത്തെ പദവി ഫിർദൗസ്. അപ്പൊ നബിതങ്ങൾ കിട്ടുന്ന പദവി ഏതാ? ഒന്ന് പറയും. ഏത് പദവിയാ? 100 പദവിയുണ്ട് സ്വർഗത്തിൽ. ഏറ്റവും മുകളിലത്തെ പദവി ഫിർദൗസ്. അപ്പൊ നബിതങ്ങൾ കിട്ടുന്ന പദവി ഏതാ? ഫിർദൗസ് അല്ല. കാരണം ആ ഫിർദൗസ് എന്ന പദവി ഈ ഒറ്റപ്പാലത്ത്, എന്താണ് സ്ഥലത്തിന്റെ പേര്? മുരുക്കുംപറ്റ. മുരുക്കുംപറ്റ എന്ന് പറയുന്ന ഈ ഏതോ ഒന്ന് പോയി. മുരുക്കുംപറ്റ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മുരുക്കുംപറ്റ എന്ന ഈ പ്രദേശത്ത് ഞാനും നിങ്ങളും ഒരു 6 കാര്യം ചെയ്യുമെങ്കിൽ ഈ സ്വർഗം നമുക്ക് അല്ലാഹു തരും. ചിന്തിക്കണം നിങ്ങൾ. മജ്‌ലിസ് നൂർ നടത്തുന്നവരൊന്നും അത്ര ബുദ്ധിശൂന്യരൊന്നും അല്ല. മജ്‌ലിസ് നൂർ നടത്തുന്ന വേദിയിൽ ഇനി എത്ര ശാസ്ത്രം പറഞ്ഞാലും ഇനി എത്ര കണക്കുകൾ പറഞ്ഞാലും അവിടെ ഒരുമിച്ച് കൂടുന്നവർക്ക് ദഹിക്കും. കാരണം മജ്‌ലിസ് നൂർ സംഘടിപ്പിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അവന് ലോകം മുഴുവൻ പിരിഞ്ഞു എന്നുള്ളൊരു അടയാളമാണ്. മജ്‌ലിസ് നൂർ വേണ്ടാന്ന് പറയുന്നവരോ ബദരീങ്ങൾ വേണ്ടാന്ന് പറയുന്നവരോ ഒന്നും തിരിയാത്തവന്മാരാ. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ കണക്കെന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന വിശ്വാസത്താലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100ാമത്തെ പദവിയുടെ പേര് ഫിർദൗസാണ്. തൊട്ട് മുകളിലാണ് റബ്ബിന്റെ സിംഹാസനം. അല്ലാഹുവിന്റെ മുകളിൽ പോകുവാരെങ്കിലും? അല്ലാഹുവിന്റെ മുകളിൽ ആരും പോകില്ലല്ലോ. ഫിർദൗസ് എന്ന പദവിയുടെ മുകളിലാണ് സിംഹാസനം. ആ സിംഹാസനത്തിന്റെ സ്വർഗത്തിലേക്കുള്ള ബാക്കിയുള്ള എല്ലാ സ്വർഗത്തിലും പോകുന്ന 99 പദവികളുള്ള സ്വർഗങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് പോകുന്ന ഈ 4 അരുവികളാണ്. കള്ളാറ്, പാലാറ്, തേനാറ്. പടച്ചോനെ, അവിടെ ചെന്നാൽ പിന്നെ നിസ്കാരം നോമ്പൊന്നുമില്ല. ഫുള്ള് വെള്ളമടിയാ. കള്ളുകുടിയും പെണ്ണുകുടിയും അല്ലാതെ പിന്നെന്താ സ്വർഗത്തിലുള്ളത്? ഇഷ്ടപ്പെട്ടതൊക്കെ അവിടെ കിട്ടും. അതുകൊണ്ട് ഇവിടെ ഈ 2 ഒഴിവാക്കണം. ഇവിടെ നമ്മൾ പട്ടും സ്വർണ്ണം ഒഴിവാക്കി നാളെ അല്ലാഹുവോടെ പട്ടും സ്വർണ്ണം തരും. ഒരു സംശയവും വേണ്ട. ഇവിടെ നമ്മൾ കരഞ്ഞാൽ നാളെ അവിടെ ചിരിക്കും. ഇവിടെ നമ്മൾ ചിരിച്ചാൽ ഇപ്പൊ ചിരിക്കുന്നില്ലേ? റോഹിംഗ്യ മുസ്ലിമീങ്ങൾ കടുത്ത നാളെ കരയും. പക്ഷെ നമുക്ക് ദുആ ചെയ്യാനുള്ളത്, നാളെ കരഞ്ഞാൽ പോരാ, അല്ലാഹ് നരകത്തിലേക്ക് നീ മാറ്റിവെച്ചാൽ ഞങ്ങൾക്ക് കൃതാർത്ഥരല്ല. ഞങ്ങൾക്ക് കൺമുമ്പിൽ കാണണം ബുദ്ധ തീവ്രവാദികൾ ദിവസങ്ങളിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഫലസ്തീനിലോ മോഡിയുടെ ഗുജറാത്തിലോ അങ്ങനെ ഒരു കലാപം നടന്നിട്ടില്ല. ഇങ്ങനെ ഒരു കൂട്ടക്കൊല നടന്നിട്ടില്ല. എന്താ കാണുന്നത്? അല്ലാഹുവേ, അത് വിവരിക്കാൻ പറ്റില്ല. ഞാൻ പരമാവധി ആ വിഷയങ്ങൾ, ആ വീഡിയോസും ആ ഫോട്ടോസും കാണാതെ അത് കണ്ടാൽ ഒരു മനുഷ്യരെ കൊണ്ട് ഉൾക്കൊള്ളാനും പറ്റുന്നതിനപ്പുറമുള്ള വേദനാജനകമായ ഭാവങ്ങളാണ്. നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയോ, 8 മക്കളുള്ള നൂറ ആയിഷ എന്ന പേരുള്ള ഉമ്മ, ആ ഉമ്മയെ 8 മക്കളെ തന്റെ മുമ്പിൽ കൊണ്ടുവന്ന 6 പെൺമക്കളെയും തന്റെ മുമ്പിൽ മാറി തീവ്രവാദികൾ
ഈ 6 പെൺമക്കളുടെ മുമ്പിലിട്ട് അവസാനം മാതാവിനെയും ബലാത്സംഗം ചെയ്തു. എന്നിട്ട് 8 മക്കളിൽ 6 മക്കളെയും ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് തീർത്ത് കത്തിച്ചു. അവരുടെ മുമ്പിൽ വെച്ച് കത്തിയിരിയാണ് മക്കള്. നൂറ ആയിഷ എന്ന പാവപ്പെട്ട ഉമ്മയും അപ്പുറത്തെ വീട്ടിൽ അഭയം പ്രാപിച്ച 5 വയസ്സുള്ള നമ്മൾ ആലോചിക്കണം എന്റെ സഹോദരങ്ങളെ. ഒരു പൊന്നുമോനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനു മുമ്പ് ഒരു 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ പിടിച്ചുകൊണ്ടുവന്ന് 2 പേരെ പിടിച്ചിട്ട് കോഴി അറക്കാൻ കിടക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ എന്റെ കൈകളിൽ പിടിച്ചിട്ട് ആ സഹോദരയുടെ കഴുത്ത് മുറിച്ചിട്ട് അടിയിൽ പാത്രം വീണ്ടും ഇതുപോലെ ആളുകളെ കൊണ്ടുവന്ന് ശരീരം വരിഞ്ഞിട്ട് അതിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളി രക്തങ്ങൾ ആ രക്തം ബ്ലഡ് മുഴുവനും ഒരു പാത്രത്തിൽ ശേഖരിച്ചിട്ട് ചെറുപ്പക്കാരായ കൊച്ചുകുട്ടികൾ കൗമാരപ്രായക്കാരായ മക്കളെ പിടിച്ചിട്ട് തല അതിനകത്ത് മുക്കി അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. നമ്മൾ കറങ്ങുന്ന കോഴി കണ്ടിട്ടില്ലേ എന്നും പറയാൻ പറ്റൂല. ഇതൊക്കെ കണ്ടാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമുക്ക് പലതിനോട് നമുക്ക് വെറുപ്പുണ്ടായി പോകും. ആ ഒരു അവസ്ഥയിൽ ഇന്ന് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ വേദന, ശക്തമായ വേദന പരിശുദ്ധമായ മേഖലയിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ആ സ്ഥലത്ത് മ്യാൻമറിൽ പറയുന്ന ആ പെരുമയിൽ പരിശുദ്ധമായ ദീനിന്റെ ശരീരത്തിന്റെ നിയമങ്ങളായിരുന്നു 3.5 നൂറ്റാണ്ടുകാലം 350 വർഷത്തോളം അവിടെ പരിശുദ്ധ ദീനായിരുന്നു, ശരീരത്തായിരുന്നു. അവിടത്തെ ഭരണം ശരീരത്തിനനുസരിച്ചുള്ള ഭരണമായിരുന്നു. ബുദ്ധ തീവ്രവാദികൾ കടന്നുകയറി 50,000 പേരെ കൂട്ടക്കൊല ചെയ്തു. 1 ലക്ഷം പേരെ വീണ്ടും കൂട്ടക്കൊല ചെയ്തു. 3 ലക്ഷം ആളുകളെ പാലായനം ചെയ്യിപ്പിച്ചു. ഇന്ന് ഈ പറയുന്ന സമയത്തും പാവപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ അവിടെ നിന്ന് ഗവൺമെന്റ് ആട്ടി ഓടിക്കുന്നു. എങ്ങനാ ഓടിക്കുന്നത്? യന്ത്രരഹിത ലോഞ്ചുകളിൽ കയറ്റിയിട്ട് യന്ത്രത്തിന്റെ സഹായമില്ലാതെ സ്വന്തം കരങ്ങൾ കൊണ്ട് തുഴഞ്ഞു പോകേണ്ട ചെറിയ ലോഞ്ചുകളിൽ കയറ്റിയിട്ട് തായ്ലാൻഡിലേക്കും മലേഷ്യയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്നിറങ്ങുമ്പോ സമാധാനം കിട്ടുമെന്നാണോ? കഷ്ടപ്പെട്ട് ജീവന് വേണ്ടി ഈ കഷ്ടപ്പാട് മുഴുവനും അനുഭവിച്ച് അവിടെ എത്തുമ്പോൾ പട്ടാളക്കാർ നിന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പെണ്ണുങ്ങളെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് ബാക്കിയുള്ളവരെ കൊല്ലുന്നു. ഇത് കണ്ടിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് പെടാനുള്ള മനസ്സില്ലാതെ വെള്ളത്തിൽ ചാടിയിട്ട് മരിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് മറക്കാൻ പറ്റൂല. നമുക്കവരെ മറക്കാൻ പറ്റൂല. നമ്മുടെ കുടുംബത്തെ പോലെ കണ്ട് നമുക്ക് ദ്വാരക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തൊട്ടു താഴെ ഉള്ള പദവിയാണ് ഫിർദൗസ്. ആ ഫിർദൗസ് ആണോ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുക്കുന്നത്? അല്ല. ആ ഫിർദൗസ് ഈ ഇരിക്കുന്ന നിങ്ങൾക്കും കിട്ടും, എന്റെ സഹോദരിമാർക്കും കിട്ടും, എനിക്കും കിട്ടും, ഇവിടെ ഇരിക്കുന്നവർക്കും കിട്ടും. 6 കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നമ്മെ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 6 കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന പദവി അതല്ല. ആ ഫിർദൗസ് എന്ന പദവിയല്ല. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന പദവി അതല്ല. അതുകൊണ്ടല്ലേ പ്രേമയില്ലാത്തതോടെ മഹാനായ നബികളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ണുകളോട് വരികയാ. പ്രേമനൈരാശ്യം വന്നവരെ പോലെ നമ്മൾ ചോദിച്ചു നബിക്ക് എന്റെ കണ്ണുകളെ കരുതുകളെ കണ്ണുകളാണല്ലോ. എന്റെ മുഖത്ത് വല്ലാത്ത വിശാലം കെട്ടിലേക്കാണല്ലോ. എന്റെ കെട്ടി സൗഭാഗ്യം പറയുന്നതല്ല. നിങ്ങൾക്കറിയുമല്ലോ കാണാതിരിക്കാരെന്നെ കൊണ്ട് കഴിയൂല. കാണാതിരിക്കാരെന്നെ സാധിക്കൂല. ഞാൻ പരലോകമാണ് നബിയേ. പരലോകത്തിന് ഞാനും കരുതുന്നു. ഞാൻ നരകത്തിലായാൽ ഒരിക്കലും കാണാതെ കഴിയൂലല്ലോ. ഞാൻ നരകത്തിന്റെ ഭീകരമായ ഭീകരമായ കഠിനമായ കഠോരമായ നരകത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ കാണാതെ സാധിക്കൂലല്ലോ. ഇനി അതല്ല, ഞാൻ സ്വർഗത്തിലാണെന്നിരിക്കട്ടെ. ഞാൻ താഴനത്തില് താഴനത്തില് അങ്ങ് ഏറ്റവും പദവിയിലാകുമല്ലോ. അങ്ങ് ഏറ്റവും പദവിയിലാകുമല്ലോ. അങ്ങ് റസീലാകുമല്ലോ. ഞാനിത് താഴെ പദവിയിലായിരിക്കുമല്ലോ. ആരാണ് പറയുന്നത്? സൗവാദം
സ്വഹാബിയുടെ പവറ് ഈ പറയുന്ന എനിക്കോ നിങ്ങൾക്കോ സൗദാന് ഭയന്നുപോയത് സൗദാന് പിടിവെച്ചിട്ടുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ സൗദാന് കരുതലെന്താണ്? അതിനപ്പുറത്ത് വേറൊരു പദവിയില്ലെങ്കിൽ സൗദാന് കരുതല്ലോ. യാരെ ചെയ്താല് സൗദാന് പിടിവെച്ചിട്ടുണ്ടല്ലോ. പിന്നെ പിടിവെച്ചിട്ടുള്ള സൗദാൻ എന്തിനാണ് നബിയെ അങ്ങനെ കാണാൻ പറ്റൂലെന്ന് പറഞ്ഞത്? സൗദാനറിയാ കള്ളോടുക്കുന്ന പദവി പദവിയല്ല, പിടിവെച്ചിട്ടുള്ള പദവിയാണ് കൊടുക്കുന്നത്. ആ പദവിയുടെ പേരാണ് വസീലത്ത്. ആറ് കാര്യം ചെയ്താലും അവരും പിടിവെച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ മദീനയുടെ മണവാണ് പിടിവെച്ചിട്ട് ഉച്ചപ്പാടത്ത് ഈ പറയുന്ന പ്രദേശത്തുള്ള എനിക്കും നിങ്ങൾക്കും ആ പദവി തന്ന അല്ലാഹു നീതിമാനാകുമോ നീതിമാനാകുമോ? പൂജം പോലെ പഴയ്ക്കുന്നതിന് കാരണക്കാരനല്ലേ അല്ലാഹുവിനല്ലേ പഴയം പഴയ്ക്കുന്നതിന് കാരണക്കാരനായത്? അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ പദവിയല്ല സഹോദരങ്ങളെ വസീലയാണ്. നൂറാമത്തെ പദവി നമുക്ക് കിട്ടുന്നു. ഏത് കാര്യം ചെയ്താൽ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് സാമ്പത്തികമായിട്ടുള്ള ഉണർത്തുകയാണ് സഹോദരങ്ങളെ. ആറ് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനമെടുത്തു. ഒന്ന് നിയമപ്പെടുത്തോ ആറ് കാര്യം അറിയുമോ? അല്ല തന്നെ പറയുകയാണ് അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും ലില്ലഹി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫായിലൂൻ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. കാര്യങ്ങൾ ചെയ്യാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാണ് തയ്യാറുണ്ടോ? എന്റെ പെങ്ങളെ നിനക്ക് തയ്യാറുണ്ടോ? എന്നാലുറപ്പാ ഈ ആറ് കാര്യങ്ങൾ വിശദീകരിച്ച് തള്ള പറഞ്ഞത് ഈ ആറ് വിഭാഗം ആളുകള് ഈ ആറ് കാര്യങ്ങൾ ചെയ്യുന്നവര് നാളെ ദിവസം സ്വർഗത്തെ അനന്തരം എടുക്കുന്നവരാ. അല്ലാഹു പറഞ്ഞ ആറ് വിഭാഗം ഏതെന്നറിയുമോ? ആറ് കൂട്ടകാരെന്നറിയോ? ഇവിടെ എടുക്കണേ നിങ്ങള് തീരുമാനമെടുക്കണേ തുറന്നുള്ളവരും പോകാനാ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആറ് വിഭാഗത്തിൽ നമ്മൾ പെടാൻ കഴിയും. എങ്കിൽ നമുക്കും ബിരുദവസ് കിട്ടും. അള്ളാന്റെ തൊട്ടടുത്തിരുന്നൂടെ? നമ്മുടെ മുമ്പിൽ നിന്നൂടെ അല്ലേ സ്വർഗത്തിലെ നരികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഏതാറ് പദവികൾ, ആറ് കാര്യങ്ങൾ ഏതാണ്? ഒന്ന് അല്ല പറയുന്നു കൈകെട്ടി സലാം വീട്ടുന്നത് വരെ പടച്ചോന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ബോധം, ഭയഭക്തി, നിസ്കാരത്തിൽ ഭയഭക്തി. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന എവിടെ ഇപ്പോ കള്ളന്മാരെ പിടിക്കാനാണ് മോഡി പൈസ പിൻവലിച്ചത്. കള്ളന്മാരെ പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം അതിനുശേഷം കർണാടകയിൽ നടന്ന ഒരു കല്യാണത്തിൽ നമ്മൾ മനസ്സിലാക്കി. പിന്നെ കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം ഈ നോട്ട് പിൻവലിച്ചതിലൂടെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കള്ളികളെ പിടിക്കാൻ പറ്റില്ല. 8-ാം തീയതി നോട്ട് പിൻവലിച്ചു. 9-ാം തീയതി പകലായപ്പോ സഹോദരിമാരിങ്ങനെ വരാൻ തുടങ്ങി. ഇത് കട്ടിലിനടിയിൽ കിടന്നതാണ്, എവിടെ നിന്നാണെന്ന് അറിയില്ല. ഇത് മിക്സിയുടെ കിടന്നതാണ്, എവിടെ നിന്നറിയില്ല. കാരണം എന്താ? ഭർത്താവ് അറിയാതെ പോക്കരി നടിച്ചു മാറ്റിയ പൈസയാണ്. അതൊക്കെ ശേഖരിച്ചു വെച്ചിരുന്നു. ഇനി അതൊന്നും എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഭർത്താവിന്റെ കയ്യിലൂടെ തന്നെ മാറാൻ തീരുമാനിച്ചു കൊണ്ടുവന്നു. ഞാനൊരു തമാശ പറഞ്ഞതായിട്ട് നിങ്ങൾ കാണണ്ട. ഇത് ഗൗരവത്തിൽ കാണാതെ ആദ്യം പറഞ്ഞത് ഗൗരവത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ ഒരു കള്ളന്മാരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട കുറെ ആളുകൾ മരിച്ചു. എന്റെ അഭിപ്രായം നരേന്ദ്രമോദിയെ 1-ാം പ്രതിയാക്കിയിട്ട് കേസെടുക്കണം. അതാണ് വേണ്ടത്. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ടത്. കൊടുത്തോളി. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നിസ്കാരത്തിൽ ഭയഭക്തി വേണം, ഏകാഗ്രത വേണം. അള്ളാഹുവിന്റെ മുമ്പിലാണ് കൈകെട്ട് നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമതോ പറയുകയാണ് ഇസ്ലാമിന്റെ ധനമായ ശൈലിയല്ലാത്ത ഏറെ സംസ്കാരം ഒരിക്കലും ഈശ്വരനോട് യോജിക്കുന്നത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ ഘടകവിരുദ്ധമായി ഏത് നിരന്തരമാണോ അതിനോട് യോജിക്കേണ്ട. അതിന്റെ
ശൈലിയല്ലാത്ത ഒരു ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ അല്ലാതെ ശരീരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളെ കടന്നു വരാൻ പാടില്ല. നിങ്ങളെ കീഴിലാകട്ടെ, ഗാനമേളയാകട്ടെ, ഏത് കാര്യമാകട്ടെ, അല്ലാതെ വിശുദ്ധമായ തീരെ നിരക്കാത്തതാണോ ആ നിരക്കാത്ത വിഷയങ്ങളെ നിന്റെ ജീവിതത്തിൽ കാണാൻ പാടില്ല. നമ്മൾ പുറം തിരിഞ്ഞ് മുഖം തിരിഞ്ഞ് മാറാവരത്ത് കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന പരിസരമായ പദവി മൂന്നാമതുള്ള പദവെന്താണെന്നറിയോ? സക്കാത്ത് കൊടുക്കുന്നവര് അവന്റെ സാമ്പത്തിക ഇടപാടുകളിൽ അവന്റെ സമ്പത്തുകളിൽ എന്തിനാണ് പാവപ്പെട്ടവർ അവകാശമായി വീഴ്ച കൊടുക്കുന്നവരാ. നാലാമതുള്ള പറയുന്ന അവന്റെ ചാരിത്രങ്ങളെ സംരക്ഷിക്കുന്നവനാ, അവന്റെ ശരീരത്തെ അവരെ സൂക്ഷിക്കുന്നവനാ, അല്ലാഹുവിന് ശുദ്ധമായ മേഖലകളിലൂടെ സഞ്ചരിക്കാത്തവരാ, അല്ലാഹു ഹറാമാക്കി ശുദ്ധമായ മേഖലകളിലൂടെ പങ്കുവെക്കാത്ത ആളുകളെ അല്ലാഹുവിനുള്ള പ്രതിഫലമുണ്ട്. അഞ്ചാമതായി അള്ള പറയുന്നു നീ ഏറ്റെടുത്ത കരാറുകൾ പൂർത്തീകരിക്കണം. നിന്നെ അള്ളാഹു ഏൽപ്പിച്ച അമാനത്തുകൾ നീ നിറവേറ്റണം. മക്കൾ അമാനത്താണ്, സാമ്പത്തികം അമാനത്താണ്, സമയം അമാനത്താണ്. ഇതൊക്കെ സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹു ഫിർദൗസ് എന്ന പദവി തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആറാമത്തതോ അള്ള പറയുന്നു വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. നമസ്കാരത്തെ അതിന്റെ സമയത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നവനാണ്. 2 പ്രാവശ്യം അള്ളാഹു നമസ്കാരത്തിന്റെ കാര്യം പറയും. ആദ്യം പറഞ്ഞത് കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ. രണ്ടാമതല്ല പറഞ്ഞത് നമസ്കാരത്തിന്റെ സമയത്തെ സൂക്ഷിച്ചുകൊണ്ട്. നമ്മൾക്കിപ്പോ ഒരു സമയത്ത് നിസ്കരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും അസൗകര്യം നമുക്കുണ്ടായാൽ നമ്മുടെ അസൗകര്യമാണ്. ആ അസൗകര്യം നാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരത്തെ എടുത്ത് അസറിന്റെ സമയത്തേക്ക് മാറ്റുക. ലൊഹറിനെ ആരെ അവകാശം തന്ന പടച്ചവന്റെ നിസ്കാരം മാറ്റാൻ? ലൊഹറിന്റെ സമയത്ത് അള്ളാഹു ഒരു നിസ്കാരം വെച്ചെങ്കിൽ അതിനെ എടുത്തിട്ട് അസറിന്റെ സമയത്ത് മാറ്റാൻ ആരാ അവകാശം തന്നത്? നമ്മൾ ചെയ്തത് അങ്ങനെയല്ലേ? സുബഹി മുതൽ നമ്മൾ കറങ്ങി നടന്നിട്ട് ഇഷ കിടക്കാൻ നേരത്ത് 5 നേരത്തെ നിസ്കാരം കൂടെ ഒരുമിച്ച് അള്ളാഹ് വീട്ടിൽ ഒറ്റ ഉറക്കമാണ്. ആരാ നമുക്കിനുള്ള അവകാശം തന്നത്? എന്ത് അവകാശമാണ് നമുക്കുള്ളത്? അള്ളാഹു നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, റമളാൻ മാസം മുമ്പ് പിടിച്ചില്ല, എന്നിട്ട് പകരം ഏതെങ്കിലും തണുത്ത മാസത്തിൽ അല്ല തണുപ്പുള്ള മാസത്തിൽ നമുക്ക് പിടിച്ചൂടാ? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ നമുക്ക് അവകാശം തരിക? ഒരിക്കലുമില്ല. ഹജ്ജിന്റെ മാസം അത് കളഞ്ഞിട്ട് വേറെ നമുക്ക് പോകുന്ന സമയം കിട്ടുമ്പോൾ പോയി ഹജ്ജ് ചെയ്താൽ പോരെ? അത് പറ്റൂല. അല്ലാഹു ഒരു ക്രമം വെച്ചിട്ടുണ്ട്, റബ്ബ് ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ നമസ്കാരത്തിന്റെ സമയം സൂക്ഷിച്ച്, നമസ്കാരത്തിന്റെ സൂക്ഷ്മത പാലിച്ച്, ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അവന്റെ സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റി അവന്റെ ശരീരത്തിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പദവിയാണ് ഫിർദൗസ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് കിട്ടുന്ന പദവി അതല്ല, അതിനേക്കാളും മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ആ പ്രവാചകന്റെ ശഫാഅത്ത് കരഗതമാക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി ഒന്നാമതായി രണ്ടാമതായി പറഞ്ഞ വസീല എന്താണെന്ന് പറഞ്ഞു. മൂന്നാമതല്ലാ സഹോദരങ്ങളെ, ഒരാൾ മാത്രമാണ് ആ പദവി കിട്ടുക എന്ന് പറയുമ്പോ അതൊരിക്കലുള്ളതല്ലാതെ വേറെ ആർക്കാണ് ഒരാൾ വരിക? ഒരാളെന്ന് പറയുന്ന പദവി അത് മുൻപിലധിക്കുന്ന ആർക്കാണ്? നമ്മുടെ സഹോദരങ്ങള് ഒന്നാമനല്ലാത്തത്, ഒന്നാമനല്ലാത്തത് വിഷയം പരിശോധിച്ചാൽ, ഏത് ചർച്ചകൾ പരിശോധിച്ചാൽ, ഏത് ബുക്കുകൾ പരിശോധിച്ചാൽ, ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും റസൂലുള്ള രണ്ടാമനല്ല, നബിതങ്ങൾ ഒന്നാമനാണ്. നബിതങ്ങൾ ഒന്നാമനാണ്. മൈക്കിളച്ച് കാട്ടുപോലും 100 പ്രമുഖ വ്യക്തികളെ കുറിക്കുന്ന ഒരു വലിയ പുസ്തകമുണ്ടാക്കിയപ്പോ 500ഓളം വരുന്ന പേജുകളുള്ള 100 പ്രമുഖ വ്യക്തിത്വങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടൊരു പുസ്തകം എഴുതിയപ്പോ സഹോദരങ്ങളെ, മൈക്കിളച്ച് ഹാട്ട് ആദ്യമായി എഴുതിയത് ആരുടെ പേരാ?
ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമനാണ് സഹോദരങ്ങളെ. റസൂലുള്ള ഒന്നാമനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ആരുടെ പേരാ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഉള്ള പേര് ഏതാണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, മുഹമ്മദ് തന്നെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ ആ വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫയല്ലാതെ മറ്റാരാ? സഹോദരങ്ങളെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമനാണ്, ഒരു വിഷയത്തിൽ രണ്ടാമനല്ല. സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ പോലും റസൂലുള്ള ഒന്നാമനാണ്. ആദ്യമായി അല്ലാഹു പടച്ചത് ആരെയാണ്? ആദം നബിയല്ല. ചിന്തിക്കണേ പെങ്ങളെ, ആദം നബിയല്ല അല്ലാഹു ഒന്നാമനായി പടച്ചത്. ആകാശം പടയ്ക്കുന്നതിന് മുമ്പ്, ഭൂമി പടയ്ക്കുന്നതിന് മുമ്പ്, അർശും കുർസിയും ലൗഹും ഖലമും പടയ്ക്കുന്നതിന് മുമ്പ്, അല്ലാഹു അല്ലാത്തതിന്റെ മുമ്പ്, അല്ലാഹു അല്ലാത്ത എല്ലാത്തിന്റെയും മുന്നിൽ അല്ലാഹു പടച്ചതെന്താണ്? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിയാണ്, പ്രകാശമാണ്. അവിടുത്തെ പ്രകാശത്തിന്റെ പ്രൗഢമായ പ്രോക്ഷരമായ പ്രഭയാണ് അല്ലാഹു പടച്ചതെങ്കിൽ നിങ്ങൾക്കറിയുമോ ഇന്ത്യ രാജ്യത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലൂന്നുണ്ടോ? സഹോദരങ്ങളെ, ലോകത്തൊരു മനുഷ്യനില്ല. സ്വർഗ്ഗത്തിൽ നിന്ന് ആദം നബി അല്ലാഹു ഇറക്കിയത് ഇന്ത്യ രാജ്യത്താണ്. ശ്രീലങ്കയിലാണ്. ഇന്ന് സിലോണുള്ളത്. സിലോണ് ശ്രീലങ്കയുടെ ഭാഗമാണ്. അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ആ ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോണെന്ന് പറയുന്ന ശ്രീലങ്കയിലെ ആദം മലയെന്ന് അറിയപ്പെടുന്ന ഇന്നത്തെ ആ മലയുണ്ടല്ലോ, ആ മലയിൽ ആദം നബി ഒന്ന് കാലൂന്നുന്ന സമയത്ത് ആദം നബി ഇന്ത്യ രാജ്യത്ത് വന്ന് കാലൂന്നുണ്ടോ? ലോകത്തൊരു മനുഷ്യനില്ല. അവർക്ക് മക്കളില്ലല്ലോ, മക്കളായിട്ടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമേ വന്നിട്ടുള്ളൂ. ഹവ്വാ ബീവി എവിടെയാണെന്ന് അറിയില്ല. പിന്നെയാണ് ഹവ്വാ ബീവി എന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടത് 300 കൊല്ലങ്ങൾക്ക് ശേഷം ജിദ്ദയിൽ വെച്ച്, അറഫയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ജിദ്ദയിലാണ് ഹവ്വാ ബീവി ഇറങ്ങിയത്. ആദം നബി ഇറങ്ങിയതോ ഇന്ത്യ രാജ്യത്താണ്. ഇവിടെ ഒരു മനുഷ്യനില്ല. ഇവിടെ ഒരു മനുഷ്യനില്ലാത്ത കാലഘട്ടത്തിൽ ആദം നബി ഇറങ്ങി ഇന്ത്യയിൽ വരുമ്പോ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആദമിന് വല്ലാത്ത മൂഡോഫായി. ആദം നബി ഒറ്റപ്പെട്ടു പോയി. വല്ലാത്ത സങ്കടമാ, വല്ലാത്ത ടെൻഷനാണ്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസിയെ കാണാനില്ല. തങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ പങ്കുവച്ച് തീർന്നിട്ടില്ല. എവിടെയാണ് ഭാര്യയും അറിയില്ല, എവിടെയാണ് ഇണയും അറിയില്ല. വല്ലാതെ വേദനയോടെ ഇന്ത്യ രാജ്യത്ത് കാണുന്നുണ്ടോ? സഹോദരങ്ങളെ, ആദം നബിയുടെ ടെൻഷനൊന്ന് മാറ്റിക്കൊടുക്കാം, ആദം നബിയുടെ സങ്കടമൊന്ന് മാറ്റിക്കൊടുക്കാം, ആദം നബിയുടെ മൂടോഫൊന്ന് മാറ്റിക്കൊടുക്കാം. അല്ലാഹുവിന്റെ പ്രവർത്തനം വരികയാണ്, പടച്ചോന്റെ തന്ത്രം വരികയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാരപ്പ് ജിബ്രീൽ വരികയാ. ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കുന്നു, നാദാ ബിൽ അദാ. ഒരു ഭാഗങ്ങൾ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബാങ്ക് വിളി ആദ്യം കേട്ട രാജ്യമേതാണ്? സൗദിയല്ല. ആദ്യമായി ബാങ്ക് മുഴങ്ങിയത് ഇന്ത്യയിലാണ്. സഹോദരങ്ങള്, ജിബ്രീൽ ബാങ്ക് വിളിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ടെൻഷൻ അങ്ങ് മാറുകയാ. ആദം നബി ആ സമയത്ത് ബാങ്കെന്ന് ശബ്ദയോടെ വീക്ഷിക്കുന്ന സമയത്ത് ആദം നബി അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീലിനോട് ചോദിക്കുകയാ, ജിബ്രീലേ, ഞാൻ കേട്ടല്ലോ ഒരു വ്യക്തിയുടെ പേര്, എന്താണ് മുഹമ്മദ്? ആരാണ് മുഹമ്മദ്? മുഹമ്മദ് മുഹമ്മദ് ആരാ? ജിബ്രീൽ. ബാങ്കിൽ മുഹമ്മദ് ഉണ്ടല്ലോ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മുഹമ്മദ് ആരാണ്? മുഹമ്മദ് ആരാണെന്ന് ചോദിക്കുമ്പോ ജിബ്രീലിന്റെ മറുപടി എന്തെന്നറിയോ? ആഖിറു വലദിക മിനൽ അംബിയാ. അംബിയാ മുർസലീങ്ങളിൽ അവസാനത്തെ കണ്ണിയാണ് ആദം. അങ്ങയുടെ സന്താന പരമ്പരകളിൽ അവസാനത്തെ കണ്ണിയാണ്. ഒരു നിമിഷമൊന്ന് ചിന്തിക്കുമോ സഹോദരങ്ങള്? ഒരു നിമിഷമൊന്ന് ചിന്തിക്കുമോ പെങ്ങള്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പേര് മനുഷ്യരില്ലാത്ത സമയത്താണ് ജിബ്രീൽ പറഞ്ഞത്. ആദം നബി ആദ്യമായി മുഹമ്മദ് എന്ന പദം കേട്ട അത്ഭുതത്തോട് ആരാണെന്ന് ചോദിക്കുമ്പോ ഈ ലോകത്ത് അബ്ദുള്ള ഇല്ലല്ലോ, അബ്ദുൽ മുത്തലിബ് ഇല്ലല്ലോ, ഹാശിം ഇല്ലല്ലോ, കുത്തിയില്ലല്ലോ, കിലാബില്ലല്ലോ, മുർറത്തില്ലല്ലോ, റുവയില്ലല്ലോ, ഫിറില്ലല്ലോ, മാലിക്കില്ലല്ലോ, റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരാരുമില്ല. ലോകത്ത് ഒരേ
ഒരു മനുഷ്യനെ ഉള്ളൂ. അടുത്ത ഒരാളുണ്ട്, പക്ഷെ എവിടെയും അറിയില്ല. അവര് ആ ദിശയിലാണ് അപ്പോഴുള്ളത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാ ഭൂമി ലോകത്തുള്ളത്. ആ സമയത്ത് ചോദിച്ചു, മുഹമ്മദ് ആരാ അങ്ങയുടെ സമുദായത്തിന്, അങ്ങയുടെ സന്താന പരമ്പരകൾ അവസാനത്തെ കണ്ണിയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോവുകയാ. സഹോദരങ്ങളെ, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് പറയാം, ലോകത്തിന്റെ നായകന്റെ പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭയാ ആദ്യമായി അല്ലാഹു പടച്ചത്. ഒരു സംശയവും വേണ്ട. ഏത് വിഷയത്തിലാ രണ്ടാമനായിട്ടുള്ളത്? നിങ്ങൾ നോക്ക്, മരണപ്പെട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനും ഞാനും നിങ്ങളും ഒക്കെ മരണപ്പെട്ട് ഈ ലോകത്തിന്റെ പര്യവസാനം കണ്ട് അവസാന സമയത്ത് ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും ഭൗതിക ശരീരം കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യും. ആരുടെയും മയ്യത്ത് അടക്കാതിരിക്കൂലല്ലോ. അങ്ങനെ ഖബർ അടക്കി ആ അടക്കിയ മയ്യത്ത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വരും. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറിൽ രണ്ടാമതും ഊതുമ്പോഴാണ് ഞാനും നിങ്ങളും നമ്മൾ അടക്കപ്പെട്ട ഖബറിന്റെ ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ഒരു ഊതലങ്ങോട്ട് ഊതിയാലേ എല്ലാം തകർന്ന തരിപ്പണമായി വീണ് കടലിലെ വെള്ളം മുഴുവൻ കത്തിച്ചു കളഞ്ഞ് പർവ്വതങ്ങൾ പോലും മറ്റുപതാടി പോലെ പാറിപ്പറന്ന് ഇവിടെ എല്ലാം അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി ഒറ്റ മരുഭൂമിയായി, ഒറ്റ ഭൂമിയായി, ഒറ്റ നിരയായി അല്ലാഹു മാറ്റുമ്പോൾ രണ്ടാമത്തെ ഊത്ത് വരുമ്പോഴാണ് ഞാനും നിങ്ങളും ഖബറിൽ നിന്ന് റബ്ബിന്റെ മഹിഷറ എന്ന കോടതി മുറ്റത്തേക്ക് കടന്നു വരിക. അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് ആരാണ്? ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇസ്രാഫീൽ മാലാഖ ആദ്യമായിട്ട് ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് ഞാനാണ്. ആദ്യമായും ആളുകൾ പോകുമ്പോ അവരെ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ എല്ലാവരെയും നയിച്ചുകൊണ്ട് നാളെ പരലോകത്തേക്ക് പോകുന്നത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഹബീബായി നബിതങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നബിതങ്ങൾ രണ്ടാമത് വന്നിട്ടുള്ളത്? നബിതങ്ങൾ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി എല്ലാത്തിന്റെയും മുന്നിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന പദവിയാണ് വസീലയെങ്കിൽ അത് നബിതങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാണ്? ഒരു സംശയം നമുക്ക് വേണ്ട. അള്ളാഹു നല്ല കള തൗഫീഖ് തരട്ടെ. ഇനി 4 5 2 കാര്യങ്ങൾ പറയാൻ, 2 കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയം തീർന്നിട്ടില്ല. അരമണിക്കൂറുണ്ട്. അതിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അതുകൊണ്ട് ഇനി 2 കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ സുപ്രധാനമായ 2 കാര്യങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി പറഞ്ഞു വസീലയെ തേടുക. വസീല എന്താണെന്ന് പറഞ്ഞു, വസീല ആർക്കാണെന്ന് പറഞ്ഞു. ഇനി വസീല ഒരാൾക്ക് കിട്ടുമെങ്കിൽ ആ ഒരാൾ ഞാനാകാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്ത് എന്താണ്? 2, നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? ചുരുങ്ങിയ വാക്കിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് അത്
പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയണം. അതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് എനിക്ക് പറയുവാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ അനുഗ്രഹീതമായ നമ്മുടെ ഈ മതവിജ്ഞാന വേദിയുടെ സമാപനമാണെന്ന് നാളെ വളരെ നേരത്തെ തന്നെ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് മജ്‌ലിസുൻ നൂർ ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ഈ അനുഗ്രഹീതമായ ഈ സദസ്സിനെ ഏറ്റവും നല്ല സാന്നിധ്യം കൊണ്ട് നിങ്ങൾ സമ്പന്നമാക്കിയതുപോലെ നാളെ നിങ്ങളുടെ സാന്നിധ്യവും ഈ അനുഗ്രഹീതമായ മജ്‌ലിസുൻ നൂറിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മദ്രസയുടെ മുകളിലുള്ള, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, മദ്രസയുടെ തൊട്ട് മുകളിലുള്ള ഒരു ചെറിയ ഒരു 3 ലക്ഷത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റിൽ ഒരു ഉസ്താദുമാർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇതിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് മുത്തലിം സാഹിബിനോട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എത്ര നാളേക്ക് മുമ്പ് നമ്മുടെ പരിപാടി പ്രവർത്തനം ഒരു വർഷത്തിനുള്ളിൽ മതി അല്ലേ? ഒരു മാസത്തിന്റെ ഉള്ളിൽ പൈസ ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു സംഭവം. ഒരു മാസത്തിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഇതിൽ പങ്കാളികളായി ആ പ്രതിഫലം നിങ്ങൾക്ക് കൂടി കരഗതമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മാസത്തിന്റെ ഉള്ളിൽ ഒരൊറ്റ മാസം ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഒരാൾ വലിയ തുകയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പോ സാമ്പത്തികമായി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ധർമ്മം ഏതാണെന്ന് നിബിധങ്ങളിൽ ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദാരിദ്ര്യം ഭയപ്പെടുന്ന സമയത്ത് സാമ്പത്തികമായി ഏറ്റവും ആവശ്യക്കാരനായി നിൽക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം ധർമ്മം അതിന് പ്രതിഫലം കൂടുതലാണെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിയാണ്. നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തൊരു സാഹചര്യം. എന്നാൽ സാമ്പത്തികമായി നാം ഏറെ ആവശ്യക്കാരനായി നിൽക്കുന്ന ഈ സമയത്ത് അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. നല്ല നിയത്തോടു കൂടിയിട്ട് ഒരിക്കലും നമുക്ക് നഷ്ടമില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ സദസ്സിൽ ആദ്യമായി ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയ സംഭാവന ഞാൻ ചോദിക്കുന്നുള്ളൂ. 5000 രൂപ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ഒരൊറ്റ മാസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ 5000 രൂപ ഒരു മാസത്തിന്റെ ഉള്ളിൽ ആ ഉസ്താദുമാരുടെ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ സംരംഭത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് 5000 രൂപ കൊടുക്കാൻ എന്താ സഹോദരൻ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ആ സഹോദരന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്, ജീവിതത്തിന്റെ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു അദ്ദേഹത്തിന്റെ പേരിൽ നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ ഉയർച്ച കൊടുക്കണേ തമ്പുരാനെ. കുടുംബത്തിന് ഈശ്വരൻ നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ടുമല്ല, ആപത്തുകളെ തൊട്ടുമല്ല, രോഗങ്ങളോട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന് 10,000 വ്യക്തിയായി ദുനിയാവിൽ നാളെ പരലോകത്തിൽ നീ കനിഞ്ഞൊരുളണേ തമ്പുരാനെ. ഇനി ആരാ കൈപൊക്കിക്കോളെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് സാമ്പത്തികമായി ഒരിക്കലും നാം പരാജയപ്പെടില്ല. കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നാം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് മാത്രം നമുക്കുള്ളൂ. അതൊരിക്കലും മോഷ്ടിക്കപ്പെടുകയുമില്ല, കരിക്കപ്പെടുകയുമില്ല എന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സ്വന്തം സമ്പാദ്യം ഒരിക്കലും കരിക്കപ്പെടുകയോ അത് വെള്ളത്തിൽ മുക്കപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യാത്ത ധനമാണ് നമ്മുടെ ധനമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കാൻ സഹാബത്ത് അത്ഭുതത്തോടെ കേട്ടിരുന്നു. എന്നിട്ട് നബി പറഞ്ഞു, പക്ഷേ മറ്റുള്ളവരുടെ സമ്പത്താണ് നിങ്ങൾ ഇപ്പൊ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതത്തോടെ നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബി ഞങ്ങളാരും അങ്ങനെ മറ്റുള്ളവരുടെ പൈസ എടുക്കൂല. നബി പറഞ്ഞു, മറ്റുള്ളവരുടെ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിരിക്കുന്ന പൈസ നിങ്ങളുടെ മക്കൾക്കും അനന്തരാവകാശികൾക്കുള്ളതാണ്. നിങ്ങൾ മരിച്ചുപോയാൽ അവരത് വീതിച്ചെടുക്കും. പിന്നെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങളാണ്. അത് കരിക്കപ്പെടൂല, അത് മോഷ്ടിക്കപ്പെടുകയില്ല, അത് മുക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഭാവിയുടെ ഭാസ്വരതയ്ക്ക് വേണ്ടിയിട്ട് 5000 രൂപ ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒന്ന് എഴുന്നേറ്റോളി. നല്ലവൻ അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവിടെ ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് 3 പേരായി. അല്ലാഹു സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഫലങ്ങളുടെ മനസ്സിന്റെ മുറാദുകളെ നമുക്കറിയാം. അല്ലാഹുവേ ഫലങ്ങളുടെ ജീവിതത്തിൽ അഭിലാഷങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആഗ്രഹങ്ങളെല്ലാം ഇനി സാധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അപകട
കാക്കണേ അല്ലാഹുവേ എല്ലാ വിഷമങ്ങളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹുവേ കുടുംബാനിയുണ്ടാക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അതിനെ സാധിപ്പിച്ചു കൊടുക്കണേ പരലോകമായ പെട്ടെന്നാവട്ടെ. ഞാൻ കൂടുതൽ സമയം ഞാൻ പൈസ ചോദിക്കൂല. അത് സദസ്സിന്റെ നല്ല ഒരു രീതി വിപരീതം. ആരാണ് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ കൊടുക്കണ്ട, ഒരു മാസം നിങ്ങളുടെ മുമ്പിൽ സമയം ഉണ്ടാവും. സഹോദരിമാരുടെ ഭാഗത്താര ഒരു 5000 രൂപ നല്ല മനസ്സോടെ നാളെ ഖബറിൽ കൊണ്ട് കിടത്തുമ്പോ നമുക്ക് ആശ്വസിക്കാം, നമുക്ക് അഭിമാനിക്കാം, നമുക്ക് അഹങ്കാരത്തിലൂടെ തന്നെ കിടക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? നാം അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം വിനിയോഗിക്കുന്ന നമ്മുടെ സാമ്പത്തികം അത് നമുക്ക് മുതൽക്കൂട്ടാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരങ്ങളും കഴിവിന്റെ പരമാവധി ഇന്നിപ്പോ അല്ലെങ്കിലും നാളുകളിലൊക്കെ ഈ സംരംഭം നടക്കുന്ന സമയത്ത് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. മരണപ്പെട്ടു പോയ ഷാഹിദ എന്ന പേരുള്ള മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മാക്കും ആരോഗ്യത്തിന് ദീർഘായുസ്സിന് വേണ്ടി ഒരു സഹോദരി ഒരു സ്വർണ്ണമുകൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ആ സഹോദരിയുടെ ഹദീയത്ത് സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ ആ സഹോദരിയുടെ പ്രിയപ്പെട്ട ആ പുത്രമോളെ ഷാഹിദമായ പേരിലെ അല്ലാഹുവേ വിശാലമാകണേ അല്ലാഹുവേ വിശാലമാകണേ അല്ലാഹുവേ നല്ല പ്രകാശമായ ശരീരത്തിന്റെ സുന്ദരമായ പരമേശയായി അല്ലാഹുവേ ജനങ്ങളുടെ സമാധാനങ്ങൾ സമൃദ്ധി നൽകണമല്ല. ലാൻഡ്മാർക്ക്, ഖത്തറിലെ ലാൻഡ്മാർക്ക് അതിൽ ജോലി ചെയ്യുന്ന റാഷിദ് എന്ന പേരുള്ള ഒരു സഹോദരൻ ഇന്നലെ 6666 രൂപ ഇന്നലെ 2 പ്രാവശ്യം കൊടുത്തു. ഇപ്പൊ ഒരു പ്രാവശ്യം അൽഹംദുലില്ലാഹ് മരണപ്പെട്ടു പോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും കുട്ടിയുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു അനുഭാവി 1000 രൂപ നൽകിയിരിക്കുകയാണ്. മകന് ജോലി ചെയ്യാകുവാൻ വേണ്ടി ഒരു മാതാവ് 1000 രൂപ സംഭാവന. അല്ലാഹുവേ ഫലത്തവനായ സഹോദരനെ കബൂലായി അല്ലാഹുവേ ഫലത്തവനായ സഹോദരനെ ഹദിയ സ്വീകരിക്കണേ കബൂലാണ്. അല്ലാഹുവേ പരിഗണിക്കുമ്പോൾ ആ സഹോദരൻ മറക്കാരനാണെങ്കിൽ സംരംഭങ്ങളെ മറക്കാറ് എല്ലാവരും പരിശോധിക്കുന്ന സഹോദരനല്ല സമാധാനം ആനന്ദത്തോടെ എല്ലാ കാരണമല്ല സംഭാവന സ്വീകരിക്കണമല്ല. അല്ലാഹുവേ ഫലക്കവരായി നൽകണമല്ല. ആ പ്രിയപ്പെട്ട അനുയോജ്യമായ ജോലി കൊടുക്കണമല്ല. അർഹമായ ശാലയും കൊടുക്കണമല്ല. അല്ലാഹുവേ മരണപ്പെട്ടില്ല വിശാലമാകാൻ ആ സംഭാവന സ്വീകരിക്കണമല്ല. ആരെല്ലാം മരണങ്ങളാക്കി പരിഹരിച്ചു നിൽക്കണമല്ല. അല്ലാഹുവേ മാറ്റി കൊടുക്കണമല്ല. ആനന്ദം നൽകണമല്ല. ഒരു സഹോദരി എല്ലാ പുസ്തകമല്ലേ അല്ലാഹു ജീവിതത്തിലാക്കണ സമാധാനത്തിലാക്കണ അല്ലാഹുവിനാണ് ആ സർവമോഹ സഹോദരിയുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കണമല്ല. അല്ലാഹുവേ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണമല്ല.
സാധിപ്പിക്കണേ അല്ല. അവിടെ കുടുംബത്തിലെ സമാധാനവും നൽകണേ അല്ല. മരണപ്പെട്ടുപോയ ഉപ്പയുടെയും ഉമ്മയുടെയും വീരാങ്കുട്ടി അല്ലേ ആരെല്ലാം കുടുംബത്തിൽ വിശാലമാണ് മാത്രമേ കൊടുക്കണമല്ല. അവരുടെ കയ്യിൽ എല്ലാ ജില്ലകളിലും സാധ്യതയും നൽകല്ലേ അല്ല. അല്ലാഹുവേ മരിക്കുമ്പോ ഈമാനോ അവരെ മരിപ്പിക്കുകയല്ല, ജീവിതത്തെ ആനന്ദ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും അസുഖം ഭേദമാകാൻ വേണ്ടിയും 1000 രൂപ, സന്താന ഭാഗ്യത്തിന് വേണ്ടി 500 രൂപ. അല്ലാഹുവേ ആ സഹോദരങ്ങളുടെ പരസ്പരമേ സൗഹികളായ സന്താനങ്ങളെ സമ്മാനിക്കണേ അല്ല. അല്ലാഹുവേ സൗഹികളായ സന്താനങ്ങളെ സമ്മാനിക്കണേ അല്ലാഹുവേ അവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരുപാട് സാധാരണങ്ങളെ കൊടുക്കണമല്ല. പരസ്പരേ സഹോദരങ്ങളുടെ സന്താന സൗഭാഗ്യം അല്ല. ബക്കറ്റ് എടുത്തു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കണം. ആ ബക്കറ്റ് കൊണ്ടുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ, ഒട്ടനവധി ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്ന ഒരു സദഖ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു ഹദിയ ആ ബക്കറ്റ് നിക്ഷേപിക്കും. അല്ലാഹു നമ്മുടെ ഹദിയകൾ സദഖകൾ ജാരിയായ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവനെ അവധിപ്പെടുത്തി ജീവിക്കാൻ മരിക്കുന്ന സമയത്ത് അവന്റെ കുട്ടികളെ മരിക്കുവാനും അതിനിടയിൽ അല്ലാഹു അവന്റെ ഏറ്റവും ഇഷ്ടലാസമാരുടെ പട്ടികയിൽപ്പെടുത്തി നമ്മുടെ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതിന് അല്ലാഹു ഈ ഹദിയ കാരണമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി തന്നെ ആ പക്കത്തിൽ സഹകരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമതായ ഒരാൾക്കുള്ള പദവിയാണ് ആ വസീല. ആ പദവി ഒരു ചെറിയ ആശയുടെ സംശയങ്ങളുടെ ഒരിക്കലും ചിന്തിക്കാനോ പാടില്ല. പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഞാനാകാരെന്ന് പറയുമ്പോ അത് ഞാനാകാൻ പറയുമ്പോ അല്ലാതെ പ്രിയപ്പെട്ട പ്രവാചകൻ അതുകൊണ്ടാണ് പറയുമ്പോ ഞാനിങ്ങനെ കടന്നു വരുമ്പോ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്ഘാടന പ്രഭാഷകനെ പറഞ്ഞതുപോലെ വിനയത്തിന്റെ മകനോദാഹരണമാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു റസൂലിനെ നടക്കുന്നത് വിശദീകരിക്കുന്നത് ഒന്നും പ്രദേശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾ നടക്കുന്നത് പോലെയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ റസൂലാണെന്ന് പറഞ്ഞ് വിളിച്ചു നടക്കലല്ല. മറുപടിയാണ് നടന്നതിനാണ് പ്രദേശത്ത് ഇറങ്ങി വരുന്നയാള് മുന്നിലോ താഴ്ന്ന് വീഴാൻ പോകുന്നു എന്ന ഭയപ്പെടുന്നത് പോലെ അല്ലാതെ റസൂൽ നടന്നു വരുമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ നമുക്കറിയുമല്ലോ അല്ലാതെ ഇഷ്ടപ്പെട്ട വാക്കേതെന്നറിയുമോ അല്ലാഹു റസൂലിനെ ഏറ്റപ്പെട്ട ഒരു വാക്കുണ്ട്. ആ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പ്രവാചകൻ 3 സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഏറ്റവും വലിയ സമ്മാനമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സമ്മാനങ്ങൾ അല്ലാഹു കൊടുത്തപ്പോ അല്ലാഹു കൊടുത്ത പേരേറെ പേരാ പേര് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ കൊടുത്തത്. 3 സമ്മാനങ്ങളെന്ന് കൊടുത്ത ഏത് വാക്ക് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനെന്ന സമ്മാനമുണ്ട്, ഇസ്രായേലിന്റെ ശാപയാറെന്ന സമ്മാനമുണ്ട്, വാരാരോഹമെന്ന മിഅ്റാജെന്ന സമ്മാനമുണ്ട്. സമ്മാനമാണ് അല്ലാഹു നിങ്ങൾക്ക് കൊടുക്കുമ്പോ അല്ലാഹു വിളിച്ച പേരം അറിയോ എന്റെ ഹബീബെന്ന് വിളിക്കാൻ അല്ലാഹു വാക്കുമല്ലോ, എന്റെ റസൂലെന്ന് വിളിക്കാൻ വാക്കുമല്ലോ, എന്റെ മിത്തെന്ന് വിളിക്കാൻ എന്റെ പ്രിയപ്പെട്ട വാക്കോനും വിളിക്കാൻ അല്ലാഹുവിന്റെ പേരുണ്ടായിരുന്നത്. പേരെന്തെന്നറിയുമോ അല്ലാഹു
റസൂൽ ഇഷ്ടപ്പെട്ട വാക്ക് വിളിച്ചുകൊണ്ടാൽ നബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന വാക്കേതാ? വളരെ സുന്ദരമാരായ വരികയാണ്. ആ മലക്കിനെ പറ്റി ജിബ്രീൽ പറയുന്നു, നബിയെ എത്തിക്കപ്പെട്ട നാൾ മുതൽ ഇന്നേ വരെ മലക്ക് താഴോട്ട് പോയിട്ടില്ല. പടക്കപ്പെട്ട നാൾ മുതൽ ഇന്നേ വരെ താഴോട്ട് മലക്ക് പോയിട്ടില്ല. ആ മലക്ക് റസൂലുള്ളാഹിന്റെ മുന്നോട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. റസൂലിന്റെ മുമ്പിൽ വന്ന മലക്കിരിക്കുന്ന സമയത്ത് നബിതങ്ങളോട് മലക്ക് ചോദിക്കുകയാണ്, നബിയെ അല്ലാഹുവിനെ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്നേ വരെ ഇറങ്ങി വരാൻ ഒരുപാട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായി വരുന്നത്. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ അങ്ങയുടെ ഒരു ചോദ്യത്തോട് ഉത്തരം മനസ്സിലാക്കാതെ വന്നല്ല. നബിതങ്ങൾ ചോദിച്ചിരുന്നാ മതിയേത്. ആ സമയത്താണ് ആ മലക്ക് ചോദിക്കുന്നപ്പോൾ ഉൾപ്പെടുന്നിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ രാജാവായ നബിയോടോ അടിമയായ പ്രവാചകനായോടെന്ന് ചോദിച്ചാൽ അല്ലാഹുവിനെ അറിയിച്ചിരിക്കുകയാണ്. പടത്ത് കണ്ടുകാരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹമുണ്ടാണ് രാജകീയ പ്രൗഢിയുള്ള നബിയാകണോ ഒരു അടിമയായ പ്രവാചകനാകണോ? ജിബ്രീൽ പോലും അത്ഭുതപ്പെട്ടുപോയി. അല്ലാഹുവിനെ പറഞ്ഞ വാക്ക് മറന്നവരെ അടിമയായ പ്രവാചകനാണ്. ഇതികളെ ഏറ്റെടുപ്പെട്ട വാക്ക് ആലം സമ്മാനം കൊടുത്തപ്പോൾ അള്ള പറഞ്ഞു അതിരുന്ന്. ഇസ്രായേലിന് സമ്മാനം കൊടുത്തപ്പോൾ അള്ള പറഞ്ഞു അതിരുന്ന്. മേലാതിരുന്നപ്പോഴും അള്ള പറഞ്ഞു അതിരുന്ന്. ഖുർആനിൽ അള്ള പറഞ്ഞതല്ല. അൽഹംദുലില്ലാഹി നബിയ അല്ലാഹുവിന്റെ അടിമയായ ദാസനായ മുഹമ്മദിന് ഖുർആൻ എന്ന ഗുരുവിനെ ഇസ്ലാം കൊടുത്തപ്പോഴല്ല പറഞ്ഞതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹുവിന്റെ അടിമയായ റസൂലുള്ളാഹി പ്രയാണം നടത്തിയവനാണ് പരിശുദ്ധനെന്ന് മേറാജിനെ പറ്റി അല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ അടിമയ്ക്കല്ലാതെ കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുകയാണെന്ന് ഈ സമ്മാനം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വാർത്തകളാണ്. മുസ്ലിമിക്ക് ഇഷ്ടപ്പെട്ട വാർത്തകളാണ്. അത് അതികന്ന പദമാണ്. അതുകൊണ്ട് തന്നെ പൂർവ്വമായ ആ വാക്കുകൊണ്ട് സംബോധന ചെയ്യുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട വാക്ക് അബ്ദാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ ഏറ്റവും വിനയമുള്ള ആളായി മാറിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാള് അത് ഞാനാകാൻ കൊതിക്കുകയാണ്. എന്റെ ആഗ്രഹം ആ ഒരാൾ ഞാനാകണമെന്നുള്ളതാണ്. നബിതങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ല. നബിതങ്ങൾക്കല്ലാതെ വേറെ ആർക്കുള്ള കൊടുക്കൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് വിനയത്തോടെ ജീവിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അവസാനമായി അഞ്ചാമതായി നബിതങ്ങൾ പറഞ്ഞു, ആരെനിക്ക് വസീലയെ തേടുവോ അവന് എന്റെ ശഫാഅത്ത് കിട്ടും. എന്റെ ശഫാഅത്ത് അവന് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് മഖാമ മഹ്മൂദുമായി ബന്ധപ്പെട്ട് സമീപത്ത് എവിടെയെങ്കിലും ഞാൻ വരുമ്പോൾ വലിയ മഖാമ മഹ്മൂദുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കി ഞാൻ അവിടെ പറയും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നാളത്തെ പ്രഭാതം മുതൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ ദുആ ഇന്ന് രാത്രി തന്നെ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അറിയാത്തവർ എഴുതിയിട്ട് പഠിച്ചു ആ ദുആ നാളത്തെ സുബ്ഹിന്റെ ബാങ്ക് കേട്ട ഉടനെ ആരംഭം കുറിച്ചു. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രതിജ്ഞയെടുത്ത് ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെയും നമ്മുടെ ജീവിതത്തിൽ എന്ന് ബാങ്ക് കേൾക്കുമോ ആ കാലം അത്രയും നമ്മൾ ആ ദുആ ഓതും എന്നുള്ള ഒരു തീരുമാനം, ഒരു പ്രതിജ്ഞയായി, ഒരു ആവേശമായി തന്നെ നമ്മളെടുത്ത് ഈ സദസ്സിൽ നിന്ന് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ണിന്റെ രോഗം ഭേദമാകുന്നതിന് വേണ്ടി ദുആരക്കാൻ ഒരു സഹോദരി 1000 രൂപ, മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ഒരു സഹോദരി 5000 രൂപ. അൽഹംദുലില്ലാഹ്. അത് ചെറുതും വലുതുമായ ചെറിയും വലുതും ഏതും ആകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ 1000 രൂപയേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. അത് കൊടുത്ത് നിങ്ങളുടെ ഈ പള്ളിയുടെ മുകളിൽ മദ്രസയുടെ മുകളിലുള്ള ആ സൗകര്യം നിങ്ങൾ എന്റെ ഈ കാശ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ മുന്നോട്ട് വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
മരണപ്പെട്ട ഉമ്മയുടെയും മകന്റെയും പേര് ദ്വാരക്കാൻ ഒരു സഹോദരി ഒരു സ്വർണ്ണത്തിന്റെ കമ്മൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നല്ലേ ഒന്നുകൂടെ ഉണ്ടാവില്ല ചിറ്റ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ഹദിയ സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ആ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. നമുക്ക് ഈ സദസ്സിൽ വെച്ച് റോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ ആ പീഡനത്തിന്റെ പര്യവസാനത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സ് 2 ദിവസം അൽഹംദുലില്ലാ ഇന്നലെയും ഇന്നലെ പ്രഭാഷണം കഴിഞ്ഞു. നാളെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മഹത്തായ മജ്‌ലിസുൻ നൂർ. ഇൻഷാ അല്ലാഹ് ആ മജ്‌ലിസുൻ നൂറിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. അതിന്റെ ബാക്കി വിഷയങ്ങളൊക്കെ ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ പരിവസാനം കുറിക്കുകയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ദുആക്ക് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ കഴിഞ്ഞ 3 കൊല്ലങ്ങളായി ചാനൽ പരിപാടിയിലൊക്കെ പറഞ്ഞ കൊച്ചു ദുആകൾ 70ഓളം വരുന്ന ദുആകൾ അബൂദർദാ എന്ന് പറയുന്ന സഹാബി അവരുടെ വേലക്കാരി വീട്ടിലെ ജോലിക്കാരി വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങളും മനുഷ്യനാണോ ജിന്നാണോ എന്ന കാര്യം എന്ന് വെച്ചോ പറഞ്ഞു, അല്ല 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരിക, നിങ്ങൾ മരിച്ചില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞത് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് 40 കൊല്ലം തന്നാലും ഞാൻ മരിക്കൂല, കാരണം വിഷം ഭക്ഷണത്തിൽ നിൽക്കാതിരിക്കാനുള്ള ദുആ എനിക്ക് റസൂൽ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ആ ദുആ ഓതി കൊടുത്തു. ഇങ്ങനെ 70ഓളം വരുന്ന ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആകൾ. ആ ദുആ ഇൻഷാ അല്ലാഹ് ഒരു ഗ്രന്ഥമാക്കി പുറത്ത് വിൽക്കുന്നുണ്ട്. ആവശ്യമുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ ഫോണ് അവിടെ പുറത്തുനിന്ന് കിട്ടിയതാ സംഘാടകർക്ക്. ഇതിന്റെ ആളാരായാലും ഒന്ന് വാങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഇന്നലെ തിരക്കുള്ള ആളായിരിക്കും, ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വൈലകരനായ പടച്ചവനായ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ. അല്ലാഹ് പടച്ചവനെ പാപത്തിന്റെ കൂമ്പാരങ്ങളെ സ്വീകരിക്കുക. പാപത്തിന്റെ കൂമ്പാരങ്ങളുമായി പടച്ചവനെ വിശാലമായ ദുർബാധികളുടെ കരങ്ങളിൽ പാപികളാണ് പാപമില്ലാത്ത ജീവിതം
സൈക്കിൾ നൽകിയ സംഭാവനകൾ നീ അറിയുന്നവരാണ്, കാണുന്നവരാ. നിന്റെ മുന്നിൽ തുറന്ന പുസ്തകമാണ് പുറത്തുവരെ നീ കബൂൽ ചെയ്യണമല്ല, കബൂൽ ചെയ്യണമല്ല, കബൂൽ ചെയ്യണമല്ല. ഒരാഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ ചെറിയമ്മല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് തമ്പുരാണ് അല്ലാഹുവേ പഠിച്ചവരെ പഠിച്ച പള്ളിയിലും പഠിച്ച ജീവനോട് കൂടുന്നു അല്ലാഹുവേ. മക്കളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തമ്പുരാനെ ഞങ്ങളുടെ സഹോദരങ്ങൾ തെറ്റ് ചെയ്തിട്ടാണല്ല അല്ലാഹുവേ വിശ്വസിച്ചിട്ടാണോ തീവ്രവാദികളല്ല അല്ല. ഒരുപാട് കാലം പഠിപ്പിച്ചവരല്ലേ അല്ല, ഒരുപാട് കാലം പഠിപ്പിച്ചവരെ അല്ലാതെ അല്ലാഹുവേ കാലം പഠിപ്പിച്ചവരെ അല്ല. അല്ലാഹുവേ മാറ്റിരിക്കല്ല അല്ല. ഈ ദുനിയാവിൽ അല്ലാഹുവേ കടൽ അല്ലാഹുവേ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ രാത്രിയും പകലുമായി പകലേക്കുന്നു അവരെ കാരണത്തിരിക്കല്ല അല്ല. അടക്കമുള്ള സംരക്ഷിക്കണമല്ല, ഞങ്ങളുടെ ഭവനങ്ങളെ സംരക്ഷിക്കണമല്ല, ഞങ്ങളുടെ സഹോദരന്മാരെ കബൂലാക്കണമല്ല, ഞങ്ങളുടെ മക്കളെ കബൂലാക്കണമല്ല, നടത്തുന്നവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കബൂലാക്കണമല്ല, ഇവിടുത്തെ സംഘാടകമായി സ്വീകരിക്കണമല്ല, സഹോദരങ്ങളെ സ്വീകരിക്കണമല്ല, ഈ സദസ്സിൽ പ്രസംഗിച്ചവരെ സ്വീകരിക്കണമല്ല, പ്രവാസമായി സ്വീകരിക്കണമല്ല. അല്ലാഹുവേ അനുഗ്രഹിക്കണമല്ല. ശരീരത്തിലായി